നമ്മുടെ പ്രിയപ്പെട്ട അക്കയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയായ അഫ്സൽ ഹുസൈനാണ്. ക്ലാസ് തീരുമാനിച്ചിരിക്കുന്നത് റവന്യൂ ഇന്റലിജൻസ് എങ്ങനെ വാട്ടർ അതോറിറ്റിയുടെ റവന്യൂ ഡാഷ്ബോർഡ് എങ്ങനെ നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം അഫ്സൽ അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിനും ഇന്നത്തെ റിസോഴ്സ് പേഴ്സണെ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് അഫ്സലിന്റെ എക്സി കൂടിയായ അനൂപ് സിയേനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം അർപ്പിക്കുന്നു. നമ്മളെ സംഘടനയുടെ അക്വയുടെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികളെ. അപ്പൊ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഡാഷ്ബോർഡ് എങ്ങനെ, അതായത് നമുക്ക് റവന്യൂ എങ്ങനെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് മോണിറ്റർ ചെയ്യാന്നുള്ളൊരു ഡാഷ്ബോർഡാണ് അഫ്സല് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിരിക്കും, സിമ്പിളായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ പിന്നിലെ അഫ്സലിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമായിട്ട് പുള്ളിന്റെ പ്രവർത്തനമാണ്. ഇപ്പോ നിങ്ങൾ കാണാൻ പോകുന്ന വെർഷൻ എനിക്ക് തോന്നുന്നു വെർഷൻ 11 അപ്പം ഈ പല ഫീഡ്ബാക്കും വെച്ചിട്ട് ഇങ്ങനെ മാറി ഇപ്പൊ ഏറ്റവും ഫൈനലായിട്ട് വന്നിരിക്കുന്ന വെർഷൻ 11 വന്നിരിക്കുന്നത്. അതല്ലേ അഫ്സലെ? 11 ഇപ്പോ? അതെ. അപ്പോ അത്രയും ഹാർഡ് വർക്കാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് എന്തുകൊണ്ട് നമ്മളെല്ലാരും ഇത് മനസ്സിലാക്കിയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കറിയാം എല്ലാ സ്ഥാപനത്തിന്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഒരു സുസ്ഥിരത തന്നെയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ ഈ സമയത്ത് വാട്ടർ അതോറിറ്റി വളരെ സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയും കൂടെ കടന്നു പോവുകയാണ്. അപ്പോ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് റവന്യൂ ചോർച്ച വരുന്നത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് റവന്യൂ ഇംപ്രൂവ് ചെയ്യാം, അത് എങ്ങനെ കൺസ്യൂമേഴ്സിന് നമുക്ക് എത്രയും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതൊരു വാട്സാപ്പ് മെസ്സേജ് വഴി എങ്ങനെ സിമ്പിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആ രീതിയിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് ഈ ഒരു ഡാഷ്ബോർഡ് അഫ്സല് എൻവിസേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ നമ്മൾ സബ് ഡിവിഷനിൽ 3 സെക്ഷനുകളിൽ ഇത് വിജയകരമായി കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് നമ്മൾ ഇത് റണ്ണിങ് ആണ്. അതും പ്രകാരം നമ്മൾ സബ് ഡിവിഷനിലെ ആവറേജ് എനിക്ക് തോന്നുന്നു ഒരു 55-60 ലാക്സ് ആയിരുന്നു ഒരു മാസത്തെ കളക്ഷൻ. ഇപ്പൊ അതൊരു 80-90 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോ നമ്മൾ സാധാരണ റവന്യൂല് നമ്മൾ പറയുന്നത് നമ്മൾ ഡിസ്കണക്ട് ചെയ്താലേ റവന്യൂ കൂടുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു നമുക്ക് ഇത്രയും നാള്. നമ്മൾ ആദ്യമേ ഈ പറഞ്ഞ പോലെ ഡെയിലി നമ്മൾ വാട്സാപ്പ് മെസ്സേജ് അയച്ച് ഫോളോ അപ്പ് ചെയ്താണ് ഇത് ചെയ്തത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഈ ടൂളിൽ നിന്ന് ഇത് അയക്കാൻ പറ്റും. അപ്പം പറ്റുന്നവരെല്ലാം ഇതൊരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പോലെ കണക്കാക്കി അഫ്സലിന്റെ മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. ആ രീതിയിലാണ് അഫ്സൽ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അഫ്സലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതേപോലുള്ള നിരവധി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതില് അഫ്സലിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ തന്നെ എനിക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. മീൻസ് ഒരു പുള്ളിയുടെ എക്സി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണല്ലോ എനിക്കിന്നിപ്പോ നിങ്ങളെല്ലാവരും അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല. അത്രയും നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോ അഫ്സൽ ഹുസൈൻ ഇപ്പോ മങ്കടയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം പെരിന്തൽമണ്ണ സബ് ഡിവിഷന് കീഴിലാണ്. അപ്പം അഫ്സലിനെ എല്ലാ സ്നേഹത്തോടും ആദരവോടും ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. അതേപോലെ ഈ ട്രെയിനിങ് എല്ലാവരും വളരെ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിങ് കഴിയുമ്പോൾ മിക്ക ട്രെയിനിങ്ങും നമ്മളിങ്ങനെ കേട്ടിട്ട് നമുക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ ഈ ട്രെയിനിങ് കഴിഞ്ഞ് നാളെ തൊട്ട് തന്നെ നമുക്ക് ഈ റവന്യൂ ഫോളോ അപ്പിലേക്ക് നമുക്ക് പോവാം. അത്രയ്ക്ക് റെഡി ആയിട്ടുള്ള ഇതാണ്. അപ്പൊ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നതും നമ്മളെ അക്വയുടെ തന്നെ ഇതിനു മുന്നേ നടന്ന സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു എ ഉണ്ട്, നമ്മളെ കൊല്ലത്ത് ഉണ്ടായിരുന്ന സ്റ്റീഫൻ എ, പിന്നെ സാറും എക്സിയും കൂടെ ചേർന്നിട്ട് ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു.
അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു അഫ്സലിന് ഈ ഒരു ഇത് കുറച്ചുകൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് അഫ്സൽ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അഫ്സൽ പറയും. അപ്പോൾ ഇത് ഒരു നിമിഷം പോലും ഇത് ശ്രദ്ധിക്കാതിരിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് അഫ്സൽ അത് അവതരിപ്പിക്കും. അപ്പൊ എല്ലാവർക്കും ഈ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. കൂടെ അഫ്സലിനെയും ഞാൻ ഇത് അവതരിപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു. അപ്പോ ആരംഭിക്കാം. അപ്പൊ എല്ലാവരും സംശയങ്ങളുള്ളത് അവസാനത്തേക്ക് ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നത് എല്ലാവർക്കും ഓഡിബിൾ ആയിരിക്കും. അഫ്സലിനെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സുനിൽ സാറെ കേൾക്കാമോ? വോയിസ് ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഫ്സൽ. ഞാൻ മങ്കട സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ആദ്യം. ഓക്കെയാണ്, കാണുന്നുണ്ട്. ഓക്കെയാണ്, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? അതെ അതെ അതെ. ഫുൾ സ്ക്രീൻ ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, വിസിബിൾ അല്ലേ? ആണ്. ഓക്കെ, അപ്പോ ഞാൻ ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത് ഒരു റവന്യൂ ഇന്റലിജൻസ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റവന്യൂ മാനേജ്മെന്റിന് വേണ്ട ഒരു സിമ്പിൾ ടൂള് ഞാൻ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു ഓവർവ്യൂ ആദ്യം പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം. ഇപ്പൊ നമുക്കറിയാം അബാക്കസിൽ നമുക്ക് ഒരുപാട് ഡാറ്റകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അരിയർ ലിസ്റ്റ്, അതേപോലെ BPL ലിസ്റ്റ്, പിന്നെ റീഡർ ലിസ്റ്റ്, റൂട്ട് ലിസ്റ്റ്, പിന്നെ റവന്യൂ റിക്കവറി ഇനീഷ്യേറ്റഡ് ലിസ്റ്റ്, പിന്നെ മീറ്റർ ഫോൾട്ട് ലിസ്റ്റ്, ഇങ്ങനെ ഒരുപാട് ഡാറ്റകൾ നമുക്ക് അബാക്കസിൽ അവൈലബിൾ ആണ്. പക്ഷെ അബാക്കസിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡാറ്റകളെല്ലാം പല പല സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഡാറ്റയും എടുക്കണം എന്നുണ്ടെങ്കിൽ അബാക്കസിൽ നമുക്ക് ഓരോരോ ഏരിയയിൽ പോയിട്ട് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കൂടിയും ഒരു സ്ഥലത്ത് നമുക്ക് ഒരു സിംഗിൾ എക്സൽ ഫയലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് അബാക്കസിൽ ഇല്ല. നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസ്റ്റർ അരിയർ ലിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ അരിയർ ലിസ്റ്റിനെയാണ്. അരിയർ ലിസ്റ്റിൽ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ യൂഷ്വലി ഒരു ഡിസ്കണക്ഷൻ അറേഞ്ച് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സെക്ഷനിലെ ഡാറ്റനെ ഒന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ജനറേറ്റ് ചെയ്യുന്ന ഒരു അരിയർ ലിസ്റ്റ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ സെക്ഷന്റെ മൊത്തം കൺസ്യൂമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയയില് അരിയർ സെക്ഷൻ വൈസ് എടുത്തിട്ട് അതിലൊരു -10,000 മുതൽ ഒരു 1 crore 2 crore അങ്ങനെ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു അരിയർ ലിസ്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് കൺസ്യൂമർ നമ്പർ, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് റൂട്ട് ഉണ്ട്, പക്ഷെ റീഡർ ആരാന്നുള്ളത് ഈ ലിസ്റ്റിലില്ല. അപ്പൊ റൂട്ടിന് അഗെയിൻസ്റ്റ് റീഡറെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അബാക്കസിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു ലിസ്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ലിസ്റ്റുകൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും ഓൾറെഡി അറിയുന്നുണ്ടാവും. ഞാനതോ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാണ്. നമുക്ക് അബാക്കസ് ഇതേപോലെ റൂട്ടിന് അഗെയിൻസ്റ്റ് റൂട്ട് കോഡും അതേപോലെ മീറ്റർ റീഡറും അടങ്ങുന്ന മീറ്റർ റീഡറുടെ പേരുള്ളൊരു ലിസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് അബാക്കസ് കിട്ടുന്ന വേറെ ലിസ്റ്റാണ് BPL ലിസ്റ്റ്. BPL ലിസ്റ്റ് ഇതേപോലെയാണ്. ഇത് പല ആളുകളും ചിലപ്പോൾ എടുത്ത് നോക്കാത്തൊരു ലിസ്റ്റ് ആയിരിക്കും. BPLന്റെ കംപ്ലീറ്റ് ഒരു ലിസ്റ്റ് നമുക്ക് അബാക്കസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലെ ഡാറ്റ വരെ ഇതിൽ അവൈലബിൾ ആണ്. 2026 മാത്രമല്ല 2024 25 BPLന്റെ ഡാറ്റകൾ ചില കൺസ്യൂമേഴ്സിനുണ്ട്, എല്ലാ കൺസ്യൂമേഴ്സിന്റെയും അവൈലബിൾ അല്ലതാണ്. ഞാൻ ഡാഷ്ബോർഡിന്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞിട്ട് നമുക്ക് ഈ ലിസ്റ്റുകൾ ഓരോന്നും ജനറേറ്റ് ചെയ്ത്
എടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് പറയാം. നമ്മൾ ഈ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നമ്മുടെ ഈ ഫയൽ ഷെയർ ചെയ്തിട്ടുണ്ട്. KWA ഡാഷ്ബോർഡ് വേർഷൻ 11 എന്ന് പറയുന്ന ഫയലാണ് ഇത്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാഷ്ബോർഡ് ഓപ്പൺ ആവുന്നതാണ്. ഇതിന് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല, ഓഫ്ലൈൻ ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഫയല്, ഈ HTML ഫയൽ ബിൽഡ് ചെയ്തിരിക്കണേ നമ്മുടെ ബ്രൗസർ മെമ്മറി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ്. ഇതിൽ കണ്ടോ, ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്ത എന്റെ ഡാറ്റാസ് എല്ലാം ഇതിൽ ഓൾറെഡി പ്രീഫിൽ ചെയ്ത് വരുന്നുണ്ട്, എക്സെപ്റ്റ് മാസ്റ്റർ അരിയർ ലിസ്റ്റ് ഒഴികെ. ഈ മാസ്റ്റർ അരിയർ ലിസ്റ്റ് ലോഡ് ആവാത്തതിന്റെ കാരണം എന്താ വെച്ചാല് അത് ഒരു എന്റെ സെക്ഷനിൽ 30,000 കൺസ്യൂമേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 30,000 കൺസ്യൂമേഴ്സിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കാച്ച്ഡ് മെമ്മറി ബ്രൗസറിന് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് മാത്രം നമ്മൾ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ മാസ്റ്റർ അരിയർ ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ടെംപ്ലേറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡാഷ്ബോർഡ് ഏകദേശം ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഡിഫറെന്റ് മൊഡ്യൂൾസ് ഇവിടെ ടോപ്പ് ബാറിൽ അവൈലബിൾ ആണ്. ഒരു ഓവർവ്യൂ മൊഡ്യൂൾ ഉണ്ട്, ഒരു മീറ്റർ റീഡർ വൈസ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറെ ടാബ്സ് കിട്ടും, കുറെ ചാർട്ട്സ് കിട്ടും. അതേപോലെ ഇവിടെ ഒരു ടോട്ടൽ സമ്മറി ടേബിൾ ഉണ്ട്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. അതുപോലെ റൂട്ട് വൈസ് നമുക്കൊരു അനാലിസിസ് കിട്ടുന്നതാണ്. അതേപോലെ മീറ്റർ ഫോൾട്ടിന്റെ ഒരു അനാലിസിസ് കിട്ടും, BPLന്റെ ഒരു അനാലിസിസ് ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് കൺസ്യൂമർ സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. അതുപോലെ ഡിസ്കണക്ഷന്റെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഫിൽറ്റേർഡ് ലിസ്റ്റ്, നമുക്ക് ഇവിടെ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റേർഡ് ലിസ്റ്റ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് മൊഡ്യൂൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ DCB അനാലിസിസിന് ഒരു മൊഡ്യൂൾ ഇവിടെ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ അരിയേഴ്സ് സെപ്പറേറ്റ് അനലൈസ് ചെയ്യുന്നതിന് ഒരു മൊഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ജനറലി നമ്മുടെ ഡാഷ്ബോർഡിന്റെ ഒരു ഓവർവ്യൂ. എനിക്ക് ഫർദർ ആയിട്ട് മൂവ് ചെയ്യുന്നതിന്റെ മുന്നേ എത്ര ആളുകൾ ഇത് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പോലെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻസ് തന്നിട്ട് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ പോലെ വേണമെങ്കിൽ പോകാമായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ടെംപ്ലേറ്റുകളെല്ലാം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഡാഷ്ബോർഡിന്റെ ഫയലും അതേപോലെ എന്റെ സെക്ഷന്റെ ഫയലുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഹാൻഡ്സ് ഓൺ സെഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയിൽ 2 or 3 പേര് ഒരു ഫീഡ്ബാക്കും കൂടി തരികയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എനിക്കൊരു ഇന്ററാക്റ്റീവ് ആയിരിക്കും. 1 or 2 പേര് ഒരു ഫീഡ്ബാക്ക് അതിനനുസരിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അബാക്കസ് നിന്ന്. ഇപ്പൊ ഇവിടെ നമുക്ക് ഏകദേശം 6ഓളം എക്സൽ ഫയലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഫയലുകൾ എന്ന് പറയുന്നത് ബേസിക്കലി 6 ഫയലുകളാണ്. ഒന്ന് അരിയർ ലിസ്റ്റ്, പിന്നെ റീഡർക്ക് അഗെയിൻസ്റ്റ് റൂട്ട് വരുന്ന ടെംപ്ലേറ്റ്, പിന്നെ മീറ്റർ ഫോൾട്ട് കൺസ്യൂമേഴ്സിന്റെ ഒരു ടെംപ്ലേറ്റ്, അതേപോലെ BPL കൺസ്യൂമേഴ്സ്, പിന്നെ ഗ്രൂപ്പ് ഓർ ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റ്. അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ മെയിൻ കൺസ്യൂമർ ടൈപ്പും സബ് കൺസ്യൂമർ ടൈപ്പും ഉള്ളതാണ്. പിന്നെ റവന്യൂ റിക്കവറി ഇനീഷ്യേറ്റഡ് ലിസ്റ്റ്. ഇങ്ങനെ 6 എക്സൽ ഫയലുകളും പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ PDF ഫയലുകൾ നമ്മുടെ DCB ഇവിടെ അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഈ ഓരോ ഫയലുകളും നമുക്ക് അബാക്കസിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാനിവിടെ അബാക്കസിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അബാക്കസ് VPN വഴി ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ലൈവായിട്ട് കാണിക്കാത്തത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അരിയർ ലിസ്റ്റ് എടുക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. ഇത് കൊറിയിൽ ബേസിക്കലി നമ്മൾ കൊറിയിൽ പോകും, അരിയറിൽ സെക്ഷൻ വൈസ് കൊടുക്കും. നിങ്ങൾ ഈ അരിയർ എമൗണ്ട് ഫ്രം എന്നുള്ളിടത്ത് ഒരു -10,000 കൊടുക്കുക.
അരിയർ എമൗണ്ട് 2 എന്നുള്ളിടത്ത് നിങ്ങളൊരു 30,000 1 crore 2 crore അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാം. ഈ ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ. കാരണം ഒരു 30,000 50,000 ഒക്കെ കൺസ്യൂമേഴ്സ് ഉള്ള സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. പിന്നെ എപ്പോഴും ഡാറ്റ നിങ്ങൾ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ലിസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ സാധാരണ കിട്ടാറുണ്ട്. അതിലും നല്ലത് ഞാൻ ഉപയോഗിക്കുന്നത് ജസ്റ്റ് നമ്മൾ സാധാരണ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കീബോർഡ് ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, Ctrl+Alt, Ctrl+C, Ctrl+V, ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷെ എൻ്റെ ഡാറ്റ ലോഡ് ചെയ്യുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം Ctrl+Alt-ഉം Ctrl+C-യും കൊടുത്ത് ഒരു പുതിയ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാച്ച് ഡെസ്റ്റിനേഷൻ ഫോർമാറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ കോപ്പി ഓപ്ഷനിൽ നമ്മൾ പേസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ കൊടുക്കാൻ മറക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാച്ച് ഡെസ്റ്റിനേഷൻ ഫോർമാറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ, അത് ഏത് ഫയൽ നിങ്ങൾ അബാക്കസിന് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അതില് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ റോസ് അവിടെ കയറി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ അരിയർ എമൗണ്ട് ഫ്രം ഇതെല്ലാം അതിൽ കയറി വരും. അപ്പോൾ ആ റോസ് എന്ത് ചെയ്യാം, നിങ്ങൾ എക്സൽ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ആ ഹെഡിങ് അതേപോലെ ഹെഡിങ്ങും അതിന്റെ താഴെയുള്ള ഡാറ്റ മാത്രം മതി. ഞാൻ സാമ്പിൾ ഡാറ്റ ജനറേറ്റ് ചെയ്തത് നേരത്തെ കാണിച്ചു തന്നു, ഞാൻ ഒന്നുകൂടി കാണിക്കുക. ഇതാണ് നമ്മളുടെ അരിയർ ലിസ്റ്റിന്റെ ഫോർമാറ്റ്. അതേപോലെ നമ്മൾ റൂട്ട് ഡീറ്റെയിൽസ് എടുക്കുന്നത് റിപ്പോർട്ട്സിന്റെ അണ്ടറിൽ റീഡിങ്, റീഡർ, റൂട്ട് ബേസ്ഡ് പോയിട്ട് റൂട്ട് ലിസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ നമ്മുടെ സെക്ഷന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ലിസ്റ്റ് ഇതേപോലെ ജനറേറ്റ് ചെയ്തിട്ടും. ഇത് ഇതിൽ നമുക്ക് ഈ 2 കോളംസ് മാത്രം മതി, റൂട്ട് കോഡും റീഡർ നെയിമും. ഈ ആവശ്യമില്ലാത്ത കോളംസ് ഒക്കെ ഡിലീറ്റ് ചെയ്താൽ മതി. അത് ജസ്റ്റ് Ctrl+Alt, Ctrl+C, Ctrl+V വെച്ചിട്ട് നിങ്ങൾക്ക് എക്സലിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, മാച്ച് ഡെസ്റ്റിനേഷൻ ഫോർമാറ്റ് കൊടുക്കുക. ആവശ്യമില്ലാത്ത റോസും കോളംസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ നെക്സ്റ്റ് BPL കൺസ്യൂമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുന്നത് നമുക്ക് റിപ്പോർട്ട്സിൽ സ്പെഷ്യൽ കൺസ്യൂമേഴ്സ് ലിസ്റ്റിൽ പോയിട്ട് നമുക്ക് BPL കൺസ്യൂമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കാൻ പറ്റും. അതും ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ റവന്യൂ റിക്കവറി ഇനീഷ്യേറ്റഡ് ലിസ്റ്റ് എടുക്കുന്നത് നമുക്ക് റിപ്പോർട്ട്സിന്റെ അണ്ടറിൽ തന്നെ RR റിപ്പോർട്ട്സ് എന്നുള്ള ഇത് കിട്ടും, അതിൽ നിന്നാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് വൈസ് അരിയർ റിപ്പോർട്ട്. ഗ്രൂപ്പ് വൈസ് അരിയർ റിപ്പോർട്ട് നമുക്കൊരു സിംഗിൾ ഫയലായിട്ട് കിട്ടത്തില്ല. കാരണം നമുക്ക് അബാക്കസിൽ ഓരോ മെയിൻ ഡിപ്പാർട്ട്മെന്റിന്റെയും അതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഓരോ സബ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള കൺസ്യൂമേഴ്സിന്റെ ലിസ്റ്റ് ആണ് കിട്ടുക. അപ്പൊ ഞാനിവിടെ അതിന്റെ ടെംപ്ലേറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ടെംപ്ലേറ്റ് ഇരിക്കുന്നത് ഗ്രൂപ്പ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ ജസ്റ്റ് നമുക്ക് വേണ്ടത് കൺസ്യൂമർ നമ്പർ, മെയിൻ കൺസ്യൂമർ ടൈപ്പ്, സബ് കൺസ്യൂമർ ടൈപ്പ്. അപ്പൊ നിങ്ങൾ ഇത് ഓരോ മെയിൻ കൺസ്യൂമർ ടൈപ്പിന് അഗെയിൻസ്റ്റ് സബ് കൺസ്യൂമർ ടൈപ്പ് കൊടുത്ത് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഡാറ്റ ജനറേറ്റ് ചെയ്ത് ഇത് ഒരു തവണ മാത്രം ചെയ്താൽ മതി. ഒരു മാസ്റ്റർ ഫയൽ നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ അരിയേഴ്സ് ഒക്കെ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പലപ്പോഴും റവന്യൂ മീറ്റിംഗ്സിലൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ കുറി വരാറുണ്ട്. ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ എത്ര മൊത്തം അരിയർ ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും, സോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അബാക്കസ് ഡാറ്റ ഫെച്ച് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ മതി. പല ആളുകൾക്കും ഞാനത് മലപ്പുറത്ത് സെഷൻ ഹാൻഡിൽ ചെയ്ത സമയത്ത് ഈ അബാക്കസ് ഡാറ്റ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ആ മെത്തഡോളജി അറിയാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പല ആളുകളും എക്സ്പോർട്ട് ആക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ കുറെ എറേഴ്സ് വരുന്നുണ്ടായിരുന്നു.
നിങ്ങൾ ജസ്റ്റ് Ctrl+C Ctrl+V എടുത്ത് മാച്ച് ഡെസ്റ്റിനേഷൻ ഫോർമാറ്റിംഗ് കൊടുത്താൽ മതി. ഓക്കെ, ഒരു ഡൗട്ട്. ആ അതായത് പറഞ്ഞോളൂ. നമ്മളിവിടെ കൺഫർമേഷന്റെ എണ്ണം ഡെയിലി കൊള്ളില്ലേ സാറേ? അപ്പൊ നമ്മള് ഈ മാസ്റ്റർ അരിയർ ലിസ്റ്റ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുമോ? അതെ, മാസ്റ്റർ അരിയേഴ്സും അരിയർ ലിസ്റ്റ് നമ്മൾ ഇടക്കിടക്ക് അപ്ഡേറ്റ് ചെയ്യണം. അത് ഞാൻ പറയാം. ഓക്കെ ഓക്കെ. ഇതിൽ ഏതൊക്കെ ലിസ്റ്റുകൾ നമ്മൾ ഇടക്കിടക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് മേജർ ഒരു അനാലിസിസ് നടത്താൻ ആവശ്യമായിട്ടുള്ള എപ്പോഴും ഈ 2 ലിസ്റ്റുകൾ മാത്രമാണ്. മാസ്റ്റർ അരിയർ ലിസ്റ്റും മീറ്റർ റീഡറുടെ അസൈൻമെന്റുള്ള ഈ 2 ലിസ്റ്റും മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. BPL-ന്റെ എന്തെങ്കിലും അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മീറ്റർ ഫോൾട്ടിന്റെ അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജനറേറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിൽ എപ്പോഴും നമുക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നേരത്തെ സാറ് ചോദിച്ച പോലെ മാസ്റ്റർ അരിയർ ലിസ്റ്റ് മാത്രമാണ് നമ്മൾ ഇടക്കിടക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ മീറ്റർ ഫോൾട്ട് കൺസ്യൂമേഴ്സും വേരി ചെയ്യുന്ന ഒരു സാധനമാണ്. അത് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ ഒക്കെ നമുക്ക് അബാക്കസ് ജനറേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഈ റീഡർ അസൈൻമെന്റ് ഒക്കെ നമ്മൾ എന്താ പറയാ, വൺസ് ഇൻ 6 months നമ്മൾ എപ്പോഴും റൂട്ടും റീഡറും ഒന്നും മാറ്റത്തില്ലല്ലോ. ഒരു 6 മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇതൊരു മാസ്റ്റർ ഫയലായിട്ട് നിങ്ങൾ ഒരു ഫോൾഡറിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ അരിയർ ലിസ്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അനാലിസിസ് എപ്പോ വേണമെങ്കിലും ഒരു റവന്യൂ മീറ്റിംഗിന്റെ ആവശ്യത്തിനോ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനത് ഫ്രം 0 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയുടെ താഴെ ഒരു ക്ലിയർ ഡാറ്റ ബട്ടൺ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് സിസ്റ്റത്തിന്റെ നമ്മുടെ ബ്രൗസറിന്റെ കാഷെ എന്നുള്ള സിസ്റ്റം മെമ്മറി ഉപയോഗിച്ചിട്ടാണ് അതിൽ ഈ ഫയൽസ് സേവ് ചെയ്യുന്നത്. അപ്പൊ വൺസ് നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്താലും ഇവിടെ ഉണ്ടാവും, അൺലെസ് അതർവൈസ് നമ്മളിത് ഈ ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. ഞാൻ ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ ഇതേപോലെ ഒരു പോപ്പപ്പ് വരും. ഇപ്പൊ എല്ലാ ഡാറ്റയും പോയി. ഇപ്പോ ഇനി നമ്മൾ ആദ്യം എല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് എല്ലാവരും എൻ്റെ കൂടെ നമ്മൾ ഷെയർ ചെയ്ത ഫയലുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കും കൂടി, 1-2 പേര് എനിക്ക് ഫീഡ്ബാക്കും കൂടി തരികയാണെങ്കിൽ, നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഫീഡ്ബാക്കും കൂടി തരികയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ മാസ്റ്റർ അരിയർ ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. മാസ്റ്റർ അരിയർ ലിസ്റ്റ് ലോഡ് ചെയ്യാൻ ഒരു 2-3 സെക്കൻഡ് സമയം എടുക്കും. അപ്പൊ ഇവിടെ കണ്ടോ, ബ്രൗസർ സ്റ്റോറേജ് ഫുൾ എന്നിവിടെ അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. മാസ്റ്റർ അരിയർ ലിസ്റ്റ് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മീറ്റർ റീഡറുടെ അനാലിസിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ, ഗ്രാഫുകളൊന്നും കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ മീറ്റർ റീഡർ അസൈൻമെന്റ്, മീറ്റർ റീഡർക്ക് അഗെയിൻസ്റ്റ് റൂട്ടുകളുള്ള എക്സൽ ഷീറ്റ് അപ്ലോഡ് ചെയ്യും. അപ്പൊ അത് അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി ഈ ഗ്രാഫുകളെല്ലാം മോസ്റ്റ് ഓഫ് ദി ഗ്രാഫ്സ് ആർ വിസിബിൾ നൗ. സി, ഇപ്പൊ നമ്മൾ മീറ്റർ ഫോൾട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ അത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റർ ഫോൾട്ട് കൺസ്യൂമേഴ്സിന്റെ ലിസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. മീറ്റർ ഫോൾട്ടിന്റെ അനാലിസിസ് നമുക്ക് ഇവിടെ വരും. അതേപോലെ BPL കൺസ്യൂമേഴ്സ്, ചെയ്ത് നോക്കുന്ന ആരെങ്കിലും ഒന്ന് മറുപടി പറയാമോ? ഈ 4 റിപ്പോർട്ട്സ് അപ്ലോഡ് ചെയ്തു എന്നുള്ളത്? അപ്ലോഡ് ചെയ്തു. ഗ്രൂപ്പ് ഓർ ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റും നമുക്ക് അതേപോലെ അപ്ലോഡ് ചെയ്യാം. റവന്യൂ റിക്കവറി ലിസ്റ്റ് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ഒന്ന് പറയണേ. നിങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫുകളെല്ലാം കാണുന്നുണ്ടോ, ചാർട്ടുകളെല്ലാം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 1 by 1 ആയിട്ട് ഓരോ മൊഡ്യൂൾസ് എന്താണെന്നുള്ളത്, ഇപ്പൊ നമ്മൾ എല്ലാ ഡാറ്റയും അപ്ലോഡ് ചെയ്തു. DCB മാത്രം ഞാൻ ലാസ്റ്റ് പറയാം. DCB നമുക്ക് മൾട്ടിപ്പിൾ DCB ഫയൽസ് നമുക്ക് ഒറ്റയടിക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് ഓവർവ്യൂവിൽ നമുക്ക് നമ്മുടെ സെക്ഷനിലെ മൊത്തം ഒരു സമ്മറിയാണ് നമുക്ക് കിട്ടുക. ടോട്ടൽ കൺസ്യൂമേഴ്സ് എത്രയുണ്ട്, അതിൽ എത്ര ലൈവ്, എത്ര ഡിസ്കണക്റ്റഡ്, അതുപോലെ ടോട്ടൽ അരിയർ എത്രയാണ്, അതിൽ റിക്കവറബിൾ എത്രയാണ്, ലൈവ് കണക്ഷന്റെ അരിയർ മാത്രം എത്രയാണ്, പിന്നെ ഇവിടെ ഏരിയ വൈസ് അല്ലെങ്കിൽ ഏരിയ കോഡ് യൂഷ്വലി ഞങ്ങളുടെ സെക്ഷനിലൊക്കെ പഞ്ചായത്ത് വൈസ് ആണ്. അപ്പോൾ പഞ്ചായത്ത് വൈസ് നമുക്ക് അല്ലെങ്കിൽ ഏരിയ വൈസ് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് അപ്പ് കിട്ടും. അതുപോലെ കാറ്റഗറി വൈസ് നമുക്ക് കിട്ടും.
ഈ കാറ്റഗറി വൈസ് തന്നെ 2 ഇൻഫർമേഷൻ ഉണ്ട്. കൺസ്യൂമർ നമ്പറും ഉണ്ട്. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര അരിയർ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണക്ഷന്റെ ഒരു ഓവറോൾ സ്റ്റാറ്റസ് ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ഫ്ലാഗിന്റെ മൊത്തം ഒരു സ്റ്റാറ്റസ് നമുക്ക് ഈ ഏരിയയിൽ കാണാൻ പറ്റും. എത്ര ഫോൾട്ടി കൺസ്യൂമേഴ്സ്, എത്ര BPL കറന്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള BPL ആണ്. ഈ BPL കൺസ്യൂമേഴ്സിന്റെ ഇവിടെ നിങ്ങൾക്ക് 8257 കാണാൻ പറ്റും. അത് 2024ലെയും 25ലെയും ഡാറ്റ ഉണ്ടായതുകൊണ്ടാണ് ഈ എണ്ണം കൂടുതലായിട്ട് കാണുന്നത്. അതിൽ 5917 മാത്രമാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അതുപോലെ ഇപ്പൊ സബ് ഡിവിഷൻ എന്നാണ് RR വിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ RR എത്ര ഇനീഷ്യേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതുപോലെ ഇവിടെ ടേബിൾ ആയിട്ടും നമുക്ക് ഈ ഗ്രാഫിൽ കാണുന്ന എല്ലാ വിവരങ്ങളും ഇവിടെ ടേബിൾ ആയിട്ട് കിട്ടും. ഒരു സമ്മറി ഷീറ്റ്സ്, അതെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് ഇതേപോലെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സൽ ഫയലായിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. എല്ലാ ടേബിളുകളും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് മീറ്റർ റീഡർ. കാരണം നമ്മൾ ഒരു സെക്ഷനിൽ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോ സെക്ഷനിൽ ആരാണ് റവന്യൂ കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും അനാലിസിസ് നടത്തുന്നത് എന്താ പറയാ മീറ്റർ റീഡേഴ്സിന് അഗെയിൻസ്റ്റ് ആയിരിക്കും. ഓരോ മീറ്റർ റീഡേഴ്സ് അഗെയിൻസ്റ്റും എത്ര അരിയേഴ്സ് ഉണ്ട്, എത്ര അരിയേഴ്സ് നമുക്ക് റിക്കവറബിൾ ആയിട്ടുണ്ട്, അതുപോലെ ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, ആരുടെ റൂട്ടിലാണ് മോശം പെർഫോമൻസ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അറ്റ് ഗ്ലാൻസ് ഈ ചാർട്ട്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ഈ ടൂളിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഞാനിവിടെ എൻ്റെ മീറ്റർ റീഡേഴ്സിനെല്ലാം ഇപ്പൊ നമുക്ക് സാധാരണ അബാക്കസ് നിങ്ങൾ റീഡർ ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ MR1, MR2, MR3 എന്നൊക്കെ പറഞ്ഞിട്ട് കോഡുകളായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ HR1, HR2 അങ്ങനെ കോഡുകളായിരിക്കും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ എന്താ പറയാ മീറ്റർ ഈ ടെംപ്ലേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അബാക്കസ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോ MR1 ആണെങ്കിൽ നിങ്ങൾക്ക് എക്സലിൽ നിങ്ങൾക്ക് കൺട്രോൾ ഫൈൻഡ് ആൻഡ് റിപ്ലേസ് കൊടുത്തിട്ട് ഇവിടെ ഇപ്പൊ എന്താണ് ഇപ്പൊ HR1 നിങ്ങൾക്ക് റിപ്ലേസ് ചെയ്യണം, അവരുടെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലേസ് ചെയ്യാം. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് സ്മീന എന്നുള്ള പേര് വെച്ച് റിപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാച്ച് എൻ്റയർ സെൽ കണ്ടന്റ് കൊടുക്കുക. എന്നിട്ട് റിപ്ലേസ് ആൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ HR1 എന്നുള്ളിടത്ത് കംപ്ലീറ്റ് സ്മീന ആവും. അപ്പൊ HR2 എന്നുള്ളിടത്ത് നിങ്ങൾക്ക് വേറെ പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ പേര് കൊടുത്ത് റിപ്ലേസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഈ റീഡർ റൂട്ട് ടെംപ്ലേറ്റ് വൺസ് ജനറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിന്നെ അത് 1 വർഷത്തേക്കോ 6 മാസത്തേക്കോ പിന്നെ അതന്നെ മതി. പിന്നെ അതേപോലെ തന്നെ പല സെക്ഷനുകളിലും നമുക്ക് കുറെ മിസലേനിയസ് റൂട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ DRDC ഡ്രോട്ട് ഡിസ്കണക്ഷൻ ചെയ്തത് ഇപ്പൊ എന്റെ സെക്ഷനിൽ 1204 എന്ന് പറഞ്ഞ ഒരു റൂട്ടിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ RR ഇനീഷ്യേറ്റഡ് നമ്മൾ 1203 എന്ന് പറയുന്ന റൂട്ടിലാണ് ഇടുന്നത്. അപ്പൊ അങ്ങനത്തെ മിസലേനിയസ് റൂട്ടുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, മീറ്റർ റീഡർക്ക് എഗെയിൻസ്റ്റ് ആ റൂട്ട് എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് വെച്ചാൽ ആ റൂട്ടിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അനാലിസിസ് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. എനിക്കിവിടെ പെർമനന്റ് DC, JJM ഡ്യൂപ്ലിക്കേറ്റ്, അദാലത്ത് DC, RR ഇഷ്യൂഡ്, ഇത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്റെ സെക്ഷനിൽ ഞാൻ എങ്ങനെയാണോ അലോക്കേഷൻ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഞാനത് ഈ നെയിമുകൾ ചെയ്തിട്ടുള്ളത്. അഫ്സലെ ഞാനൊന്ന് ഇടപെട്ടോട്ടോ ഇവിടെ. ആ വേറൊന്നുമില്ല, എനിക്ക് വേറെ ചില അത്യാവശ്യമുള്ളതുകൊണ്ട് ലീവ് ചെയ്യാണ്. നമുക്ക് ഞങ്ങളുടെ സെൻട്രൽ റീജിയനിലേക്ക് ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ വരാൻ പറ്റുമോ എന്ന് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. ശരി ശരി. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, എനിക്ക് വേറൊരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ടൊന്നും ലീവ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ മീറ്റർ റീഡർ അസൈൻമെന്റ് മാത്രം നിങ്ങൾ ആദ്യത്തെ തവണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അനാലിസിസ് കുറച്ചും കൂടി നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ ഈ ചാർട്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്റെ ഇവിടെ ഈ പേരുകൾ വിസിബിൾ ആണ്. അപ്പൊ എനിക്ക് ഏത് റീഡറാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ റീഡറിന് അഗെയിൻസ്റ്റും എത്ര അരിയർ എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് അരിയർ പെനിട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് പെർസെന്റേജ് ഓഫ് ലൈവ് കൺസ്യൂമേഴ്സ് വിത്ത് അരിയേഴ്സ് ആണ്. 100 ആണ് ഇതിന്റെ മാക്സിമം വാല്യൂ.
ഓരോ മീറ്റർ റീഡറിന് അഗെയിൻസ്റ്റും എത്ര പെർസെൻറ്റേജ് ലൈവ് കൺസ്യൂമേഴ്സിന് നിലവിൽ അരിയർ ഉണ്ട് എന്നുള്ളതാണ് ഈ ബാർ ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് പേയ്മെന്റ് ഏജിങ് എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ട് ഉണ്ട്, ലൈവ് കൺസ്യൂമേഴ്സ്. ഇതിന്റെ മുകളിൽ നമുക്ക് ഇവിടെ കുറെ ബട്ടൺസ് അവൈലബിൾ ആണ്. ലെസ് ദാൻ 3 months, 3 to 6 months, 6 to 12 months, 1 to 2 years, 2+ years, ഇങ്ങനെ കുറെ ബട്ടൺസ് അവൈലബിൾ ആണ്. ഈ ഗ്രാഫ് ചാർട്ടുകളെല്ലാം ഡൈനാമിക് ആണ്. നമുക്ക് ഈ ബട്ടൺസ് ഓൺ ഓഫ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് 2 വർഷമായിട്ട് പൈസ അടക്കാത്ത കൺസ്യൂമേഴ്സിന്റെ ഓരോ മീറ്റർ റീഡറിന് അഗെയിൻസ്റ്റും എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺസ് നമുക്ക് ചുമ്മാ അങ്ങനെ ഓണോ ഓഫ് ആക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ 1 to 2 years ആയിട്ട് പൈസ അടക്കാത്ത ഓരോ മീറ്റർ റീഡറിന് അഗെയിൻസ്റ്റും എത്ര കൺസ്യൂമേഴ്സ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇതെല്ലാം ഓൺ ആക്കാണ്. ഇതിൽ ഓരോ ചാർട്ടിന്റെ ഓരോ കളർ കോഡിൽ നിങ്ങൾ മൗസ് പോയിന്റ് വെക്കുമ്പോഴും നിങ്ങൾക്ക് അവിടുത്തെ നമ്പേഴ്സ് വിസിബിൾ ആയിരിക്കും. ഇപ്പൊ ശാലിനി എന്ന മീറ്റർ റീഡറുടെ 304 എണ്ണം ഉണ്ട് ഈ പർട്ടിക്കുലർ കളറിൽ ഉണ്ടോ. ശാലിനി ഇവിടെ 294 ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ഈ റെഡിലുള്ള നോക്കാം. ശാലിനിയുടെ 155, 1 to 2 years ആയിട്ട് പൈസ അടക്കാത്ത ശാലിനി എന്നുള്ള മീറ്റർ റീഡറുടെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാർട്ടുകളെല്ലാം ക്ലിക്കബിൾ ആണ്. ഈ ചാർട്ടിൽ നമ്മൾ ആ പൊസിഷനിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ലിസ്റ്റ് പോപ്പപ്പ് ചെയ്ത് വരും. ആ പർട്ടിക്കുലർ കൺസ്യൂമേഴ്സിന്റെ ലിസ്റ്റ് പോപ്പപ്പ് ചെയ്ത് വരും. അത് നമുക്ക് എക്സൽ ആയിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനും കഴിയും. ഹാൻഡ്സ് ഓൺ ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ടോ? ഒന്ന് ഇടയിലൊന്ന് ഫീഡ്ബാക്ക് തരാൻ പറ്റുമോ? കിട്ടുന്നുണ്ട്. ഓക്കെ. നമുക്ക് എല്ലാ ചാർട്ടും അതിൽ കൺസ്യൂമർ നമ്പർ ആണ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിക്കബിൾ ആണ്. ഇപ്പൊ ഇവിടെ നെവർ പെയ്ഡ് കൺസ്യൂമേഴ്സിന്റെ മാത്രം ലിസ്റ്റ് ഉണ്ട്. ഇതും ഇതേപോലെ നമുക്ക് ആ പർട്ടിക്കുലർ ബാർ ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് പോപ്പപ്പ് ചെയ്ത് വരും. അത് നമുക്ക് എക്സൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇവിടെ താഴെ നമുക്ക് പ്രയോറിറ്റി അരിയർ ബ്രാക്കറ്റ്സ് പറഞ്ഞിട്ട് 2 ചാർട്ടുകളുണ്ട്, 2 കളർ കോഡിൽ. ഒന്ന് 2500ന്റെയും 5000ന്റെ അടിയിലുള്ളതാണ് ഈ കളർ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഗ്രേറ്റർ ദാൻ 5000 ആണ് റെഡ് കളറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ചാർട്ടും ഇതേപോലെ നമുക്ക് ഓരോ മീറ്റർ റീഡറിന് അഗെയിൻസ്റ്റും എത്ര നമ്പർ ഉണ്ടെന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ലിസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ യൂഷ്വലി നമുക്കൊരു കട്ടിംഗ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാസ്റ്റർ അരിയർ ലിസ്റ്റിൽ പോയിട്ട് കുറയിൽ പോയി അരിയർ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് മീറ്റർ റീഡർ പല സെക്ഷനിലും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ മുൻപൊക്കെ ചെയ്തിരുന്നത് ലുക്കപ്പ് ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു. എക്സലിൽ ലുക്കപ്പ് ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കുമായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് എന്നിട്ട് അത് മെർജ് ചെയ്തെടുക്കും. പിന്നെ അതിനുശേഷം പിവറ്റ് ടേബിൾ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ഡാഷ്ബോർഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യാതൊരു ഫിൽട്ടറിങ്ങും ഇല്ലാതെ തന്നെ റെഡി ടു എന്താ പറയുക ഡിസ്കണക്ഷന് റെഡി ആയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റുകൾ ജനറേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ റവന്യൂ മീറ്റിംഗ് റെഡി ആയിട്ടുള്ള ലിസ്റ്റുകൾ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. അത് മീറ്റർ റീഡേഴ്സിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ഇവിടെ റിക്കവറി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് 2500ന്റെ മുകളിൽ മാത്രമുള്ള ഒരു കൺസ്യൂമേഴ്സിന്റെ ഒരു ചാർട്ട് ഉണ്ട്. ഇനി ഈ ചാർട്ടിൽ നമുക്ക് മീറ്റർ റീഡർ അനാലിസിസിൽ ഇപ്പൊ കുറെ ഡാറ്റ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അങ്ങനെ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഈ ചാർട്ടിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഒരു റീഡർ വൈസ് ഡീറ്റെയിൽഡ് സമ്മറി ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടേബിൾ ആയിട്ട് കിട്ടും. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിളിലുള്ള ഈ നമ്പേഴ്സ് എല്ലാം ക്ലിക്കബിൾ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറെ ഹെഡിങ്സ് ഉണ്ട്. ലൈവ് വിത്ത് അരിയർ, പെനിട്രേഷൻ, ലൈവ് അരിയർ എമൗണ്ട്, നെവർ പെയ്ഡ് കൺസ്യൂമേഴ്സ്, ഗ്രേറ്റർ ദാൻ 2K, ഗ്രേറ്റർ ദാൻ 3K, അങ്ങനെ കുറെ ഡാറ്റാസ് ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ പേയ്മെന്റ് ഏജിങ്ങിന്റെ എല്ലാം ഉണ്ട്. അതേപോലെ മീറ്റർ ഫോൾട്ടിന്റെ ലിസ്റ്റ് ഇവിടെ വരും. ഗ്രേറ്റർ ദാൻ 5K വരെ ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഫിൽട്ടർ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് ഓരോ മീറ്റർ റീഡറിന് അഗെയിൻസ്റ്റും നമുക്ക് ഇവിടെ വിസിബിൾ ആയിരിക്കും.
അപ്പൊ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് ഇപ്പൊ ഈ 2000 മുകളിലുള്ള പഞ്ചു എന്ന് പറഞ്ഞ മീറ്റർ റീഡറുടെ അരിയർ ലിസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ നമ്പറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നമുക്ക് ഇവിടെ പോപ്പപ്പ് ചെയ്ത് വരും. ആ ലിസ്റ്റ് പോപ്പപ്പ് ചെയ്ത് വരും. ഇത് കണ്ടോ, 2000 മുകളിലുള്ള അരിയർ ലിസ്റ്റ് ആണ്. അത് നമുക്ക് എക്സൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ കട്ടിംഗ് ലിസ്റ്റ് റെഡ്ലി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ മീറ്റർ റീഡർമാർക്ക് നമുക്ക് ഫോം വിളിക്കാൻ ഒരു ലിസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് റെഡ്ലി അവൈലബിൾ ആണ്. ജസ്റ്റ് ഈ ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്നത്, നമുക്കറിയാം 100% ബില്ലിംഗ് നമ്മൾ ചെയ്യണമെന്നുള്ളത്. അതായത് ലൈവ് കൺസ്യൂമേഴ്സ് മുഴുവനായിട്ടും ബില്ല് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ സബ് ഡിവിഷനിലെ HSCക്കോ അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ടേബിൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ കുറെ മിസ്സെല്ലേനിയസ് റൂട്ടുകൾ, നമ്മൾ ബില്ല് ചെയ്യാത്ത കുറെ റൂട്ടുകൾ ഉണ്ടാവും. ഈ ബില്ല് ചെയ്യാത്ത റൂട്ടുകൾ നമുക്ക് ഉണ്ടാവുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിൽ എന്തുണ്ടാവാൻ പാടില്ല? അതിൽ ലൈവ് കൺസ്യൂമേഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഇവിടെ എനിക്ക് റിക്വസ്റ്റ് DC 1 എന്നുള്ളതിൽ 2 കൺസ്യൂമേഴ്സ് ലൈവ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോ നമുക്കറിയാം ഈ ടാപ്പില് ചില സമയത്ത് ചിലപ്പോ റീകണക്ഷൻ അപേക്ഷ ഇടും. നമ്മൾ ഡിസ്കണക്ട് ചെയ്ത കണക്ഷൻ റീകണക്ഷൻ ഇടും. അപ്പൊ ചിലപ്പോൾ നമ്മൾ റൂട്ട് മാറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സെക്ഷനിലെ ക്ലർക്കുമാരുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ അവർ വിട്ടു പോകുന്നതായിരിക്കും. അപ്പൊ ആ കൺസ്യൂമേഴ്സ് പിന്നെ മാസങ്ങളോളം ബില്ല് ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പൊ അതൊക്കെ നമ്മൾ മന്ത്ലി വൺസ് ഒന്ന് ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇങ്ങനത്തെ മിസ്സെല്ലേനിയസ് റൂട്ടുകളിൽ ഏതെങ്കിലും ലൈവ് കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ അൺഅസൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു, അൺഅസൈൻഡ് എന്ന് പറഞ്ഞാല് ഒരു റൂട്ടിലും ഒരു മീറ്റർ റീഡറിന് അഗെയിൻസ്റ്റ് ആയിട്ടും അസൈൻ ചെയ്യാത്ത കൺസ്യൂമേഴ്സ് ആണ്. അപ്പൊ എനിക്കിവിടെ 3 കൺസ്യൂമേഴ്സ് അങ്ങനെ ഉണ്ട്. ഇത് പഴയ ഓൾഡ് കുറച്ച് കൺസ്യൂമേഴ്സ് ആണ്. പക്ഷെ അത് ലൈവ് അല്ല, ഞാൻ അത് ചെക്ക് ചെയ്തതാണ്. മുൻപ് ഞാനത് ആദ്യമായിട്ട് ചെയ്ത സമയത്ത് ഒരു 12ഓളം കണക്ഷൻസ് ഇതേപോലെ അൺബിൽഡ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി നമുക്കിത് കാരണം. അപ്പോൾ അതിനും നമുക്ക് ഈ സമ്മറി ടേബിള് യൂസ് ചെയ്യാം. മാത്രമല്ല ഈ സമ്മറി ടേബിളും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. മോസ്റ്റ് ഓഫ് ദി ടേബിൾസ് ആൻഡ് ചാർട്ട്സ് യു ക്യാൻ എക്സ്പോർട്ട് ആറ്റ് എക്സൽ ഫയൽ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? നമ്മൾ ചെയ്ത് നോക്കാം. റിക്വസ്റ്റ് DC എന്നൊക്കെ പറയുന്നത് ആ ഡാറ്റ നമ്മൾ എവിടുന്ന കിട്ടുന്നത്? ആ ഡാറ്റ ഇപ്പൊ അത് മിസ്സെല്ലേനിയസ് റൂട്ട്സുകളായിട്ടേ നമ്മൾ സെക്ഷനിൽ റവന്യൂ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നമുക്ക് ഇപ്പൊ 1200 എന്ന് പറഞ്ഞ റൂട്ടില് ആണ് നമ്മൾ ചിലപ്പോ റിക്വസ്റ്റ് DC എന്ന് പറഞ്ഞ കൺസ്യൂമേഴ്സിന് നമ്മൾ ബില്ല് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിലേക്ക് മാറ്റിയിടുന്നുണ്ടാവും. അത് ഓരോ സെക്ഷനിലും ഓരോ പ്രാക്ടീസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ കുറച്ച് മിസ്സെല്ലേനിയസ് റൂട്ടുകൾ ഉണ്ട്. നമ്മൾ ബില്ല് ചെയ്യാത്ത കൺസ്യൂമേഴ്സിനെ, ഡിസ്കണക്ട് ചെയ്ത കൺസ്യൂമേഴ്സിനെ മാറ്റിയിടുന്ന റൂട്ടുകളാണ്. അപ്പൊ നമ്മൾ ഡ്രോട്ട് DC നമ്മൾ ബില്ല് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ അത് ആ പർട്ടിക്കുലർ റൂട്ടിന് അഗെയിൻസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? DRWDC എന്നുള്ള ഒരു നെയിം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ മാസ്റ്റർ ഫയൽ ഉണ്ടാക്കുമല്ലോ. ഇവിടെ നമ്മൾ റീഡർ റൂട്ട് ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത്തരം മിസ്സെല്ലേനിയസ് റൂട്ടുകളെ നമ്മൾ ആ പേര് വെച്ച്, റീഡറിന്റെ പേരിന് പകരം ആ പേര് വെച്ച് അസൈൻ ചെയ്ത് കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഇത്രയാണ് മിസ്സെല്ലേനിയസ് റൂട്ടുകൾ ഉള്ളത്. ഈ 1200 മുകളിലുള്ളതെല്ലാം മിസ്സെല്ലേനിയസ് ആണ്. ഈ 4-9 ഈ ടെംപ്ലേറ്റ് നമുക്ക് അബാക്കസിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷെ ഈ മീറ്റർ റീഡർമാരുടെ പേരും അതേപോലെ പെർമനന്റ് റീഡേഴ്സിന്റെ പേര് ഓൾറെഡി ഇതിലുണ്ടാവും, ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവും. കാരണം നമ്മൾ അബാക്കസിൽ പെർമനന്റ് റീഡേഴ്സിനെ അസൈൻ ചെയ്യാറുണ്ട് സാധാരണ. പക്ഷെ നമുക്ക് 1-2 പെർമനന്റ് റീഡേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മുടെ കുടുംബശ്രീ റീഡേഴ്സിന്റെ ഒക്കെ പേര് നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ഫൈൻഡ് ആൻഡ് റിപ്ലേസ് കൊടുത്തിട്ട് റിപ്ലേസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി പേര് കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അത് ആരാണെന്നുള്ളത്. പിന്നെ അതിന്റെ പുറമെ വരുന്നതാണ് മീറ്റർ റീഡർ അല്ലാതെ വരുന്ന മിസ്സെല്ലേനിയസ് റൂട്ടുകളാണ് ഈ കാണിച്ചിട്ടുള്ളത് ഞാനിവിടെ. അപ്പൊ അത് നമ്മൾ ആ പേര് വെച്ച് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അനാലിസിസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അഫ്സലെ, ശ്രീകുമാർ ആയിരുന്നേ. ഹലോ, പറയാം. നമ്മളാണെങ്കിൽ അബാക്കസിന് ഡൗൺലോഡ് ചെയ്യുന്നത് എക്സൽ ഫയല് ആ ഫോർമാറ്റിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആ ഫോർമാറ്റിൽ തന്നെ അത് ജസ്റ്റ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് എക്സലിലേക്ക് ആക്കാം. എന്നിട്ട് ഈ ടെംപ്ലേറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഹെഡിങ്സും
താഴെ കൺസ്യൂമർ ലിസ്റ്റും അത്രയും മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. അതിപ്പോ എനിക്ക് Okay. അബാക്കസ് ഇവിടെ ലൈവായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചു തന്നിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി ബാക്കിയുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഡൗട്ട് ക്ലാരിഫിക്കേഷനിലേക്ക് പോവാം. സമയം ഓൾറെഡി 9:08 ഇവിടെ നെക്സ്റ്റ് മൊഡ്യൂള്, അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട മൊഡ്യൂൾ എന്ന് പറയുന്നത് മീറ്റർ റീഡർ അനാലിസിസ് തന്നെയാണ്. ഇനി ഏരിയ റൂട്ട് വൈസ് അനാലിസിസ്. ഇത് നമുക്ക് എപ്പോഴെങ്കിലും റൂട്ട് വൈസ് ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നടത്തേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് എല്ലാ റൂട്ടിന്റെയും ഒരു സമ്മറി ടേബിൾ കിട്ടും. ഇതിങ്ങനെ നെക്സ്റ്റ് അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റൂട്ടുകളും ഇവിടെ കാണാൻ പറ്റും. ഇതിലെ ഡാറ്റാസും നമുക്ക് ക്ലിക്കബിൾ ആണ്. എല്ലാ ചാർട്ട് ആൻഡ് ടേബിൾസും ക്ലിക്കബിൾ ആണ്. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ റൂട്ടിലുള്ള കൺസ്യൂമേഴ്സ് ലിസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് മീറ്റർ ഫോൾട്ട്. അപ്പൊ മീറ്റർ ഫോൾട്ടിന്റെ ഒരു സമ്മറി ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ മീറ്റർ ഫോൾട്ട് അനാലിസിസ് വരണമെങ്കിൽ ഈ പർട്ടിക്കുലർ ലിസ്റ്റ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് വരുള്ളൂ. അപ്പൊ ഇതും നമുക്ക് മീറ്റർ റീഡർ അഗെയിൻസ്റ്റ് ആയിട്ട് ഓരോ മീറ്റർ റീഡർ അഗെയിൻസ്റ്റും എത്ര മീറ്റർ ഫോൾട്ട് കൺസ്യൂമേഴ്സിനുണ്ട്. ഇപ്പൊ ഹാത്തിക എന്നുള്ള റീഡറിന് 13 ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിവിടെ പോപ്പപ്പ് ചെയ്ത് ഇതേപോലെ കിട്ടും. പിന്നെ BPL-ന്റെ ഒരു സമ്മറി ഇവിടെ നമുക്ക് കിട്ടും. ടോട്ടൽ നേരത്തെ പറഞ്ഞു 8257 ഉണ്ട്. പക്ഷെ അതിൽ കറന്റ് ആക്റ്റീവ് 5917 ആണ്. നമ്മൾ അബാക്കസിൽ പ്രീവിയസ് ഇയേഴ്സിലെ ഡാറ്റാസ് ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഇത് നമുക്ക് ഓരോ ഏരിയയിലൊക്കെ എത്ര BPL ഉണ്ട്. അതേപോലെ ഈ സെക്ഷൻ ആക്ച്വലി നമുക്ക് ഡിസംബർ മാസത്തിൽ പെട്ടെന്ന് ഒരു അരിയർ ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ BPL സെക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. കാരണം BPL കൺസ്യൂമേഴ്സിന് അരിയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയൂ. ഹലോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് സെഷൻ നമുക്ക് കൺസ്യൂമർ സെർച്ച്. നമുക്കറിയാം അബാക്കസിൽ ഇപ്പൊ പലപ്പോഴും നമ്മൾ കൺസ്യൂമർ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ കൺസ്യൂമർ സെർച്ചിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡും കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ വീട്ടുപേര് താമരശ്ശേരി എന്നാണ്. നിങ്ങൾ വീട്ടുപേര് കൊടുത്താൽ കണ്ടോ ആ വീട്ടുപേരുള്ള ഏതൊക്കെ കൺസ്യൂമേഴ്സ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും മാച്ച് അവരുടെ പേരിലോ ഏതെങ്കിലും ഫീൽഡിൽ മാച്ച് കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ചില കൺസ്യൂമേഴ്സ് ഒക്കെ ചിലപ്പോൾ ഈ ഓണർഷിപ്പ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് പേരറിയാത്ത കേസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും വൺസ് ഈ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. പിന്നെ ഡിസ്കണക്ഷൻ എന്നുള്ളൊരു ടാബ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു ഡിസ്കണക്ഷന്റെ ഒരു സമ്മറി മാത്രമാണ്, നമുക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ അല്ല. പിന്നെ ഫിൽറ്റേർഡ് ലിസ്റ്റ്, ഇത് നമ്മൾ ഫിൽറ്റർ ആൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു വാട്സപ്പ് മൊഡ്യൂൾ ഉണ്ട്. ഈ വാട്സപ്പ് മൊഡ്യൂളിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഞാൻ ഫിൽറ്റർ സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ലെഫ്റ്റ് ഇതിൽ ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ പറ്റും. സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ നമുക്ക് എല്ലാ ടെംപ്ലേറ്റുകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഏത് ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഡാറ്റ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മോസ്റ്റ് ഓഫ് ദി ടെംപ്ലേറ്റ്സ് ആർ നമുക്ക് എക്സലിന് അബാക്കസ് ഡൗൺലോഡ് ചെയ്യുന്ന അതേ ഫോർമാറ്റിലാണ്. അതിൽ റീഡർ അസൈൻമെന്റ് ടെംപ്ലേറ്റ് മാത്രം ഞാൻ ആവശ്യമില്ലാത്ത ചില കോളംസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. അതേപോലെ ഗ്രൂപ്പ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ടെംപ്ലേറ്റ്, അത് നമുക്ക് അബാക്കസിന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സബ് ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കണം. പക്ഷെ ഇതൊക്കെ വൺസ് ഒരു തവണ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു മാസ്റ്റർ ഫയലായിട്ട് ഒരു വർഷത്തേക്കൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഒരു എൻറ്റയർ ഫിൽട്ടർ സെക്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് പല രീതിയിൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഏരിയ കോഡ് വെച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും, കൺസ്യൂമർ കാറ്റഗറി വെച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും, കണക്ഷൻ സ്റ്റാറ്റസ് ലൈവ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ വെച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും, അരിയർ റേഞ്ച് കൊടുക്കാം, ലാസ്റ്റ് പേയ്മെന്റ് ഡേറ്റ് വെച്ച് ഫിൽട്ടർ ചെയ്യാം, അതുപോലെ ലാസ്റ്റ് റീഡിംഗ് ഡേറ്റ് വെച്ച് ഫിൽട്ടർ ചെയ്യാം, BPL സ്റ്റാറ്റസ് വെച്ച് ഫിൽട്ടർ ചെയ്യാം, ബില്ലിംഗ് സൈക്കിൾ ഓഡ് മന്ത് ഈവൻ മന്ത്. നമുക്കറിയാം നമ്മൾ അൾട്ടർനേറ്റ് മന്തിലാണ് ഓരോ കൺസ്യൂമേഴ്സിന് ബില്ല് ചെയ്യുന്നത്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഇത് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോ നമ്മൾ നാളെ ഒരു ഡിസ്കണക്ഷൻ അറേഞ്ച് ചെയ്യാണ്. 3000 രൂപയുടെ മുകളിലുള്ള അരിയേഴ്സ് ഉള്ള കൺസ്യൂമേഴ്സിന്റെ
ഞാനൊരു ലാസ്റ്റ് പേയ്മെന്റ് ഡേറ്റ് നമ്മൾ സാധാരണഗതിയിൽ ഒരു 4 മാസത്തിന്റെ ഉള്ളിൽ പൈസ അടച്ച ആളുകളൊന്നും നമ്മൾ ഡിസ്കണക്ഷന് പരിഗണിക്കാറില്ല. ചില സ്ഥലത്ത് നമ്മൾ 6 മാസം മുന്നേ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ പരിഗണിക്കാറില്ല. അപ്പൊ അത് വെച്ച് ഞാനിപ്പോ ജനുവരി 1 ഇവിടെ, അതിന്റെ ജനുവരി 1 ശേഷം പൈസ അടച്ചവരെ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യാണ്. പിന്നെ എനിക്കൊരു പർട്ടിക്കുലർ റീഡർക്ക് അഗെയിൻസ്റ്റ് ആണ് നാളെ പോകേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോ നവ്യ എന്നുള്ള റീഡർ എടുത്തു. ഞാൻ ഈ അപ്ലൈ ഫിൽറ്റർ കൊടുത്തു. ഈ അപ്ലൈ ഫിൽറ്റർ കൊടുക്കുന്നതോടുകൂടി ഈ എൻറ്റയർ ചാർട്ടുകൾ ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യും. എല്ലാ ചാർട്ടുകളും ചേഞ്ച് ചെയ്യും. നമ്മൾ ഏത് ഫിൽറ്റർ അപ്ലൈ ചെയ്താലും അതിനനുസരിച്ച് ഇതിലുള്ള എല്ലാ ഡാറ്റാസും ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് വേറൊരു ഇതിന്റെ പ്രത്യേകത. ഈ ഫിൽറ്റേർഡ് ലിസ്റ്റ് നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ അബാക്കസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ഇല്ലാത്ത കുറച്ച് ഇൻഫർമേഷൻസും കൂടി നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, ആ കൺസ്യൂമർ BPL ആണോ, മീറ്റർ ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും. അതേപോലെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഈ ബില്ലിംഗ് സൈക്കിളിന്റെ ഒന്നും ആവശ്യമില്ലാത്ത കോളംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരു കമ്പൈൻഡ് ഡാറ്റ കിട്ടും. പിന്നെ ഞാൻ ഈ വാട്സപ്പ് സെക്ഷൻ ഫിൽട്ടർ സെക്ഷൻ കഴിഞ്ഞിട്ടില്ല, അതിൽ ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ വൺസ് ഫിൽട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫിൽറ്റേർഡ് ലിസ്റ്റ് ഇവിടെ ആക്റ്റീവ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ കറണ്ട് ഫിൽറ്റേർഡ് ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ കൺസ്യൂമേഴ്സിന് ഇപ്പൊ നാളെ DC അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് DC അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഡിഫറെന്റ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, അരിയർ റിമൈൻഡർ, അത് ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട്. ഡിസ്കണക്ഷൻ വാർണിംഗ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. പ്രീ RR നോട്ടീസ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഇത് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത കൺസ്യൂമേഴ്സിന് അയക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ പ്രീ RR നോട്ടീസ് നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കാറുള്ളത്. അതിന് വരെ നമുക്ക് വാട്സപ്പ് മെസ്സേജ് വഴി ഒരു പ്രീ RR മെസ്സേജ് കൺസ്യൂമേഴ്സിനെ ഒന്ന് പേടിപ്പെടുത്തി പൈസ അടപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഡിസ്കണക്ഷൻ വാർണിംഗ് മലയാളം ടെംപ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ടെംപ്ലേറ്റ് ഇവിടെ വരും. അതിൽ ഈ കാണുന്നതെല്ലാം വേരിയബിൾസ് ആണ്. ഈ നെയിം, കൺസ്യൂമർ നമ്പർ. അപ്പൊ ഈ വേരിയബിൾസ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മെസ്സേജിനെ കസ്റ്റമൈസ് ചെയ്യാം. ഞാനിത് മൊത്തം ഇപ്പൊ എനിക്ക് ഇവിടെ കൺസ്യൂമർ നമ്പർ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺസ്യൂമർ നമ്പർ ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ കൺസ്യൂമറിന്റെ പേര് വരണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമറിന്റെ പേര് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ താഴെ കണ്ടോ, ഞാനത് കൊടുത്ത സ്ഥലത്ത് കൺസ്യൂമറിന്റെ പേരും. അപ്പൊ ഈ വേരിയബിൾസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമ്മൾ അങ്ങനെ ഇപ്പൊ ഞാനിതിൽ ഡീഫോൾട്ട് ആയിട്ട് കൊടുത്ത ടെംപ്ലേറ്റ് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വേർഡ് ഫയലിൽ ഒരു സാധനം ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താലും അതും വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഈ നെയിമിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, ഈ വേരിയബിൾ സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇതില് പേയ്മെന്റ് ലിങ്ക് അടക്കം വരും, നമ്മുടെ പേ ചെയ്യാനുള്ള ലിങ്കും അടക്കമാണ് വരുന്നത്. ഞാനതൊന്ന് ലോഡ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മള് ബേസിക്കലി ചെയ്യേണ്ടത് ഈ ഫിൽട്ടർ ലിസ്റ്റ് റെഡി ആക്കുക, നമ്മൾ ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടതെന്നുള്ള ലിസ്റ്റ് റെഡി ആക്കുക. എന്നിട്ട് നമ്മൾ ഈ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബിൽഡ് ക്യൂ ആൻഡ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ക്യൂ ബിൽഡ് ചെയ്ത് വരും, ആർക്കൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ സെൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാട്സപ്പിലേക്ക് അത് ലോഡ് ആവുന്നതാണ്. ഈ കൺസ്യൂമർക്ക് വാട്സപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല, ഓരോ തവണയും നമ്മൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇതേപോലെ ഫിൽട്ടർ ചെയ്ത് ഇപ്പൊ നമ്മുടെ ഓഫീസിലൊരു അപ്രന്റീസ് ട്രെയിനിയോ അല്ലെങ്കിൽ ഒരു JJM വളണ്ടറോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കൺസ്യൂമേഴ്സിന് മെസ്സേജ് അയക്കാൻ പറ്റും. ഈ മെസ്സേജ് അയക്കാൻ ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ ഉള്ളിൽ നിങ്ങൾക്കൊരു 30 കൺസ്യൂമേഴ്സിനൊക്കെ മെസ്സേജ് അയക്കാം. ശ്രദ്ധിക്കുക, വാട്സപ്പില് ബൾക്ക് മെസ്സേജ് ഒരുപാട് അയച്ചു കഴിഞ്ഞാൽ അവർ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഇറ്റ്സ് ബെറ്റർ ടു നമ്മളൊരു 30-40 ലെസ് ദാൻ 50 കീപ്പ് ചെയ്യുന്നതാണ്. ഒരു ദിവസം നിങ്ങളൊരു 50-ൽ താഴെ മെസ്സേജ് മാത്രം അയക്കുക. അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഈ മെസ്സേജ് അയച്ചിട്ട് കുറെ പേര് നമുക്ക്
പൈസ അടച്ച നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഈ മെസ്സേജ് കിട്ടുമ്പോൾ കൺസ്യൂമേഴ്സ് പൈസ അടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ CUG നമ്പറോ പെയ്ഡ് CUG നമ്പറോ അല്ലെങ്കിൽ ഓവർസിയർ CUG നമ്പറോ വെച്ച് നമ്മൾ വെബിൽ ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. വാട്സപ്പ് വെബ് ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം. ഓരോ തവണ നമ്മൾ സെൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴും നെക്സ്റ്റ് കൺസ്യൂമറുടെ ലോഡ് ചെയ്യും. അപ്പൊ അങ്ങനെ വാട്സപ്പിലേക്ക് നമുക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റും. ഈ വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇതെങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് ഞാനൊന്ന് പറയാട്ടോ. ഞാൻ ഈ ഫിൽറ്റർ ഒന്ന് റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ഫിൽറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ഇവിടെ ഫിൽറ്റർ റീസെറ്റ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ പോപ്പപ്പ് ചെയ്ത് വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ വീണ്ടും നമ്മുടെ പഴയ പോലെ കംപ്ലീറ്റ് ഡാറ്റ ലോഡ് ചെയ്തു. ഇനി ഞാൻ ഇപ്പൊ ലൈവ് കൺസ്യൂമേഴ്സ് അല്ല, ഡിസ്കണക്റ്റഡ് കൺസ്യൂമേഴ്സിന് മെസ്സേജ് അയക്കണം. ഫോർ എക്സാമ്പിൾ എനിക്ക് പ്രീ RR നോട്ടീസ് അയക്കണം. പ്രീ RR നോട്ടീസ് ഞാൻ അയക്കുന്നത് ഒരു 2000 മുകളിലുള്ള കൺസ്യൂമേഴ്സിനാണ്. ഞാൻ ആ എല്ലാ റീഡേഴ്സിനെയും സെലക്ട് ചെയ്യണം. ഇപ്പൊ റീഡറെ ഞാൻ ഇതാക്കുന്നൊന്നുമില്ല. എന്നിട്ട് ഞാൻ വാട്സപ്പ് ടെംപ്ലേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഫിൽറ്റേർഡ് ലിസ്റ്റ് കിട്ടും. ഈ കറണ്ട് ഫിൽറ്റേർഡ് ലിസ്റ്റിന്റെ കൂടെ തന്നെ ഇവിടെ റവന്യൂ റിക്കവറി ലിസ്റ്റും കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഈ കറണ്ട് ഫിൽറ്റേർഡ് ലിസ്റ്റ് 913 തന്നെയാണ് ഡിസ്കണക്റ്റഡ് കൺസ്യൂമേഴ്സിന്റെ ലിസ്റ്റും. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡിസ്കണക്റ്റഡ് കൺസ്യൂമേഴ്സിനാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഓൾറെഡി റവന്യൂ റിക്കവറി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവർക്ക് പ്രീ RR നോട്ടീസ് അയക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അവരെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഓപ്ഷൻ നമുക്ക് ലഭിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസ്യൂമേഴ്സ് അതിന് ഓട്ടോമാറ്റിക് എക്സ്ക്ലൂഡ് ആവും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ടെംപ്ലേറ്റ് നമ്മൾ പ്രീ RR നോട്ടീസ് സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇതേപോലെ ഒരു നോട്ടീസാണ് ജനറേറ്റ് ചെയ്ത് വരിക. നോട്ടീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യാം. ബിൽഡ് ക്യൂ കൊടുത്ത് സെൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ ഇതുപോലെ മെസ്സേജ് അയക്കാവുന്നതാണ്. അതേപോലെ ഇപ്പൊ ഈ ബില്ലിംഗ് സൈക്കിൾ എന്നുള്ള ഫിൽറ്റർ നമുക്ക് എപ്പോഴാണ് യൂസ്ഫുൾ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഡിസ്കണക്ഷന് പോകുന്നതിന്റെ മുന്നേ മെസ്സേജ് അയക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ യൂഷ്വലി ഈ മാസം ബില്ല് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ റീസെന്റ് ആഡ് ചെയ്ത ഒരു ഓപ്ഷനാണ് ഈ ബില്ലിംഗ് സൈക്കിൾ. ഇത് ആഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ പല കൺസ്യൂമേഴ്സിനും നമ്മൾ ഇതേപോലെ മെസ്സേജസ് അയച്ച സമയത്ത് ഇപ്പൊ റീഡിങ് എടുത്തോണ്ടിരിക്കുന്ന കൺസ്യൂമേഴ്സ് ആയിരിക്കും. അപ്പൊ റീഡിങ് എടുത്തിട്ട് നമ്മൾ റീഡിങ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡിലേന്റെ സമയത്തായിരിക്കും മെസ്സേജ് ചെല്ലുന്നത്. അപ്പൊ ഈ കൺസ്യൂമേഴ്സിന് പേയ്മെന്റ് അടയ്ക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ഒക്കെ വന്നിട്ട് കുറെ നമുക്ക് ഫോൺ കോൾസ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്തു, ഇപ്പൊ ഈ മാസം ഇതിപ്പോ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ ഈവൻ മന്ത് ആണല്ലോ. അപ്പൊ ഈവൻ മന്തിൽ നമ്മൾ ബില്ല് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ആണെങ്കിൽ അവർക്ക് നമ്മൾ ഇപ്പൊ മെസ്സേജ് അയക്കില്ല. പകരം നമ്മൾ ഓഡ് മന്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്റർ അപ്ലൈ ചെയ്യും. ഇത് ലൈവ് കൺസ്യൂമേഴ്സിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, ലൈവ് കൺസ്യൂമേഴ്സിന്റെ. അപ്പൊ അത് വെച്ച് നമ്മൾ അപ്ലൈ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഡ് മന്തിലും ബില്ല് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന്റെ മാത്രം ഫിൽറ്റർ ലിസ്റ്റ് ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ അത് വെച്ച് നമുക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ ഫിൽറ്റർ ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ ഇപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ഫിൽറ്റേഴ്സ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ചുമ്മാ 2500 മുകളിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി അത് അവൈലബിൾ ആണ്. അത് ഫിൽറ്റർ ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ 5000 മുകളിലുള്ള ആളുകൾക്ക് മെസ്സേജ് അയക്കണമെങ്കിലും അത് ഇവിടെ അവൈലബിൾ ആണ്, റെഡ്ലി അവൈലബിൾ ആണ്. ഓക്കെ, ഈ വാട്സപ്പ് ഫിൽറ്റർ സെക്ഷനിലും അതുപോലെ വാട്സപ്പ് മെസ്സേജ് അയക്കുന്നതിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചോദിക്കാം. ഇത് ചെയ്ത് നോക്കുന്നുണ്ടോ? ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ? ടെക്സ്റ്റ് മെസ്സേജ് നിലവിൽ ഇല്ല, നിലവിൽ ഓപ്ഷൻ ഇല്ല. കാര്യം ഇതിപ്പോ വാട്സപ്പിൽ ആദ്യം നമ്മൾ വാട്സപ്പിന്റെ ബിസിനസ് ചില ആളുകൾക്കൊന്നും വാട്സപ്പ് ഇല്ലാതെ കാണുന്നുണ്ട്. അതൊരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണല്ലോ ടെക്സ്റ്റ്. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആകുമ്പോൾ മാത്രമല്ല എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും ഇത്. ഓക്കെ ഓക്കെ ഓക്കെ. ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് ഞാൻ നോക്കിയിട്ടില്ല, ഇതൊരു ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ വാട്സപ്പിൽ തന്നെ ഇപ്പൊ 30-40 ആൾക്കാർക്കായിരിക്കും ഒരു ദിവസം അയക്കാൻ പറ്റുക ഒരു അക്കൗണ്ട് വെച്ചിട്ട്. ഇനിയിപ്പോ കൂടുതൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു സിസ്റ്റത്തില്.
അപ്പൊ നമുക്ക് ഇതിൽ എന്തെങ്കിലും ലോഗ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത്? മീൻസ് ഇപ്പൊ ഞാൻ ഇന്ന് 50 പേർക്ക് അയച്ചു, നാളെ ഈ 50 ശേഷമുള്ള ആൾക്കാർക്ക് കണ്ടിന്യൂ ചെയ്യണം, ആ രീതിയിൽ എന്തെങ്കിലും ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, നിലവില് ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഈ എന്താ പറയാ, നമ്മൾ ജനറേറ്റ് ചെയ്ത ലിസ്റ്റ് ഉണ്ടല്ലോ, ആർക്കൊക്കെ അയച്ചു എന്നുള്ളത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത ഒരു എക്സലിൽ കീപ്പ് ചെയ്യാണ്. ഇത് കംപ്ലീറ്റ്ലി ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു വെബായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല നിലവില്. വെബായിട്ട് ലോഞ്ച് ചെയ്യാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാല്, ഇപ്പൊ ഒന്നുകിൽ നമ്മളത് വാട്ടർ അതോറിറ്റിയുടെ ഏതെങ്കിലും സെർവറിൽ ലോഞ്ച് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ലോഗിൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും സെർവേഴ്സിൽ ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺസ്യൂമേഴ്സിന്റെ ഇപ്പോ ഇത്രയും ഡാറ്റ നമ്മൾ ആരെങ്കിലും മിസ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിലവിൽ ഇത് ഞാൻ സ്റ്റിൽ ഇത് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഇപ്പൊ ഓരോരോ സജഷൻസ് കിട്ടുമ്പോൾ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ലോഗിന്റെ കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. അത് നല്ലൊരു ഫീഡ്ബാക്ക് ആണ്. അഫ്സല, എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ സ്ക്രോൾ ചെയ്താലേ അയച്ചേട്ട ഡീറ്റെയിൽസ് സെൻഡ് എന്ന് പറഞ്ഞ് കാണിക്കും തോന്നുന്നു. ഇവിടെ കാണിക്കും, പക്ഷെ അത് സേവ് ചെയ്യത്തില്ലല്ലോ നമ്മുടെ ഓഫ്ലൈൻ ആയതുകൊണ്ട്. സേവ് ചെയ്യത്തില്ല. അല്ല, ഞാൻ പറഞ്ഞത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു വെബ് പേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്താലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഓഫ്ലൈൻ ഒരു HTML ഫയൽ അല്ലേ ഇത്. അല്ല, ഞാൻ പറയുന്നത് ഇതിപ്പോ ഇതിനകത്ത് ഇപ്പൊ സെൻഡ് ആവത്തില്ലേ? സെൻഡ് ആവുന്ന സാധനം നമ്മൾ എക്സ്പോർട്ട് നമ്മള് ഇപ്പോ നമ്മുടെ സെക്ഷനിലും സബ് ഡിവിഷനിലൊക്കെ ചെയ്യുന്നത് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. സെൻഡ് ആയത് ആർക്കൊക്കെയാണെന്നുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു എക്സൽ ഫയലായിട്ട് കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ മാസ്റ്റർ ലിസ്റ്റ് നമ്മള് ചെയ്താലേ നമുക്ക് വാട്സപ്പിൽ നോക്കിയാൽ ഏത് സിമ്മാണോ ആക്റ്റീവ് ആക്കിയിരിക്കുന്നത് ആ സിമ്മിലെ വാട്സപ്പിൽ കിട്ടുമല്ലോ. അത് സാറേ, ഇത് ഓരോ നമ്പർ നമ്മൾ നോക്കേണ്ടി വരും ചെക്ക് ചെയ്യാനേ. ഇതാകുമ്പോ താഴോട്ട് വന്നിട്ട് ആ സെൻഡ് വരുമല്ലോ. സെൻഡ് വന്നിട്ട് ആ സ്റ്റാറ്റസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ സാധനം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അങ്ങനെ ചെയ്യാം. ഞാനേ ഒരു സെക്ഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിലേക്ക് പോവാം. 2 സെക്ഷൻ ഉണ്ട് ആക്ച്വലി. DCB അനാലിസിസ് ആണ്. ഇപ്പൊ DCB അനാലിസിസ് നമുക്കറിയാം, നമ്മളെല്ലാ മന്തിന്റെ അവസാനം അല്ലെങ്കിൽ മന്ത് കഴിഞ്ഞ ഉടനെ DCB ജനറേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ സെക്ഷന്റെ DCB ഫയൽസ് ഞാൻ ഇവിടെ ഒരു ഫോൾഡറിൽ ഇതേപോലെ എല്ലാ വർഷത്തെയും ഞാൻ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2025 12 മാസത്തെ ഇതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ DCB നിങ്ങൾ എടുത്തു കഴിഞ്ഞാല് ഇതേപോലെ ഒരു PDF ഫയലായിരിക്കും. ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾ അബാക്കസിൽ ഇത് ജനറേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ DCB ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് സേവ് ആസ് PDF എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പ്രിന്റ് PDF എന്നുള്ള ഓപ്ഷനും ഉണ്ടാവും, അതുപോലെ സേവ് ആസ് PDF എന്നുള്ള ഓപ്ഷനും ഉണ്ടാവും ചില സിസ്റ്റത്തിലൊക്കെ. നിങ്ങൾ സേവ് ആസ് PDF എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് വേണം സേവ് ചെയ്യാൻ, എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ കറന്റ്ലി DCB അനാലിസിസ് ബ്ലാങ്ക് ആണ്. അപ്പോ ഞാൻ DCBs ഒന്ന് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഒരു വർഷത്തെ മൊത്തം അപ്ലോഡ് ചെയ്യാൻ ജസ്റ്റ് ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് അങ്ങ് ഓപ്പൺ ചെയ്താൽ മതി. ഞാനിപ്പോ ഒരു വർഷത്തെ അപ്ലോഡ് ചെയ്തു. അപ്പൊ ഇത് 2025 DCB ആണ്, ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള. നമുക്ക് ഇവിടെ കുറെ ചാർട്ട്സ് കിട്ടും. അത് ഞാൻ എന്താന്നുള്ളത് പറയാം. ഒരു വർഷത്തെ അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ മൾട്ടിപ്പിൾ ഇയേഴ്സ് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഇത് ബേസിക്കലി മന്ത്ലി ഡിമാൻഡ് വേഴ്സസ് കളക്ഷൻ ആണ്. ഈ ടോട്ടൽ ഡിമാൻഡ് ആണ് ബ്ലൂ, ടോട്ടൽ കളക്ഷൻ ആണ് ഗ്രീൻ. അപ്പോ നമുക്ക് ഓരോ മാസങ്ങളിലും ഈ ഡിമാൻഡ് വേഴ്സസ് കളക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ കളക്ഷൻ എഫിഷ്യൻസി 100% നമ്മൾ ടാർഗറ്റ് എത്ര അച്ചീവ് ചെയ്തു എന്നുള്ളത് ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. അതേപോലെ ഓപ്പണിംഗ് വേഴ്സസ് ക്ലോസിംഗ് ബാലൻസിന്റെ ആരുടെയോ ഒരു വോയിസ് ഒക്കെ അടിക്കുന്നുണ്ടല്ലോ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓപ്പണിംഗ് വേഴ്സസ് ക്ലോസിംഗ് ബാലൻസിന്റെ ഒരു ട്രെൻഡ് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇയർ വൈസ് കമ്പാരിസൺ, ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഇയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇവിടെ ഡിമാൻഡ് കമ്പോസിഷൻ, ഡിഫറെന്റ് ചാർജസിന്റെ ഒരു സ്പ്ലിറ്റപ്പ് ഇവിടെ നമുക്ക് ചാർട്ടായിട്ട് കിട്ടും. കളക്ഷൻ സ്പ്ലിറ്റപ്പ് കിട്ടും. പിന്നെ PIC ട്രെൻഡ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സെക്ഷനിലെ കൺസംഷൻ പാറ്റേൺ എങ്ങനെയാന്നുള്ളത് കാണിക്കുന്ന ഒരു ചാർട്ടാണ്. നിങ്ങൾ നോക്കി അറിയും, വേനൽ കാലത്ത് മാത്രം
ആളുകൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണിത്. മാർച്ച് ഏപ്രിൽ 2025, പിന്നെ മഴക്കാലം ഓഗസ്റ്റ് പീക്കിലൊന്നും ആളുകൾ തീരെ കൺസംഷൻ ഇല്ല. ഇതന്നെ പെർ കൺസ്യൂമറിൽ ഇപ്പൊ എന്റെ സെക്ഷനിൽ എനിക്ക് ആകെ ഒരു സ്കീം മാത്രമാണുള്ളത്. 19,000 കണക്ഷൻ ഉണ്ട്. 15 ml ഒരു സ്കീം മാത്രമാണുള്ളത്. അപ്പൊ വെള്ളം കൊടുക്കുന്നത് ആക്ച്വലി വളരെ കുറവാണ്. പുതിയ സ്കീമിന്റെ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു കൺസ്യൂമർക്ക് നമ്മൾ ഓരോ മാസം അവറേജ് എത്ര വെള്ളം കൊടുത്തു എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. വെറും 5.7 കിലോ ലിറ്റർ വെള്ളമാണ് നമ്മളൊരു കൺസ്യൂമർക്ക് കൊടുക്കുന്നത്. ഇത് JJM വന്നതിന്റെ ഒരു പ്രശ്നമാണ്. ഇനി ഞാൻ മൾട്ടിപ്പിൾ ഇയേഴ്സ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഞാൻ 2025 കൊടുത്തത്. 2024 കൂടി അപ്ലോഡ് ചെയ്യാണ്. 2024 അപ്ലോഡ് ചെയ്തു. വേണമെങ്കിൽ ഒരു വർഷം കൂടിയും അപ്ലോഡ് ചെയ്യാം. 2023 അപ്ലോഡ് ചെയ്യണം. നിങ്ങൾക്ക് എത്ര ഇയേഴ്സ് വേണമെങ്കിലും. അപ്പൊ ഇങ്ങനെ ഈ ഗ്രാഫ് ഇങ്ങനെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് വരും കൂടിയാണ്. ഇനി ഈ വർഷത്തെ ഒരു മാർച്ച് വരെയുള്ള ഡാറ്റയും കൂടി അപ്ലോഡ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. ചില സമയത്ത് മാത്രം നമ്മുടെ കളക്ഷൻ എഫിഷ്യൻസി ഭയങ്കര കൂടുതലായിരിക്കും. ഇതുണ്ട് ജനുവരി. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം നമ്മൾ ബേസിക്കലി ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് കൂടുതൽ കളക്ഷന് വേണ്ടി പണിയെടുക്കാറ്. പിന്നെ ജനുവരിയിലാണ് BPL കൺസ്യൂമേഴ്സ് എല്ലാവരും കൊടുത്തിട്ട് അരിയർ ക്ലിയർ ചെയ്തിട്ട് BPL റിന്യൂ ചെയ്യുന്നത്. അതിന്റെ കൂടെ ഒരു എഫക്റ്റ് ആണ്. പക്ഷെ ഈ കഴിഞ്ഞ വർഷം മാത്രം നിങ്ങൾക്ക് നോക്കിയറിയാം, അതായത് മുന്നത്തെ വർഷങ്ങളിലേക്കുള്ള 120, 129 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ തൊട്ട് മുന്നത്തെ വർഷം 101% ജനുവരിയിൽ. പക്ഷെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 177.8 അടിച്ചു. ഞങ്ങൾ ജനുവരിയിലാണ് ഈ വാട്സാപ്പ് മെസ്സേജിങ് ഒക്കെ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജസ് അയച്ചുകൊണ്ടിരുന്നു കൺസ്യൂമേഴ്സിന്. അതിന്റെ ഒരു ഔട്ട്പുട്ടും കൂടിയാണ് ഈ PIC ട്രെൻഡ് കണ്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് സൈക്ലിക് ആയിട്ട് ഇവിടെ ഒരു പാറ്റേൺ കിട്ടുന്നത് കാണാൻ പറ്റും. അപ്പൊ അത് AIമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോ ഓരോ ഇയർ കഴിയുമ്പോഴും ഇവിടെ ഇത് കൺസംഷൻ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഈ വർഷം ഞങ്ങള് പുതിയൊരു മോട്ടർ റോ വാട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, കുറച്ചുകൂടി ഡിസ്ചാർജ് കൂടി. ഈ വർഷം ആക്ച്വലി കൺസംഷൻ കുറച്ച് കൂടി വരുന്നുണ്ട്. അത് അടുത്തൊരു വർഷം കൂടി ആകുമ്പോൾ തന്നെ അതിന്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. അപ്പൊ ഈ ചാർട്ടുകളെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിന് കുറെ ഇൻഫറൻസ് എടുക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ സെക്ഷനിലെ ഡാറ്റ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ചാർട്ടും നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ലാസ്റ്റ് ഉള്ളൊരു സെക്ഷനാണ് ഡിപ്പാർട്ട്മെന്റ് മൊഡ്യൂൾ. ഡിപ്പാർട്ട്മെന്റ് മൊഡ്യൂളിൽ നമുക്ക് അതിന്റെ ഒരു സമ്മറി ടേബിൾ ഇവിടെ കാണാൻ പറ്റും. 173 കൺസ്യൂമേഴ്സ് ആണ് എനിക്ക് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടുള്ളത്. അപ്പൊ അത് ടോട്ടൽ അരിയർ ബൈ LSGDക്കാണ് കൂടുതൽ അരിയേഴ്സ് ഉള്ളത്. പിന്നെ എത്ര കൺസ്യൂമേഴ്സ് ഉണ്ട് എന്നുള്ള കൗണ്ട് ഇവിടെ ഒരു ചാർട്ട് ആയിട്ടുണ്ട്. പിന്നെ സബ് കാറ്റഗറി ബ്രേക്ക് ഡൗൺ. ഇത് 2 കളേഴ്സ് ആണ്. ഈ റെഡ് കളർ അരിയറും ഇത് കൺസ്യൂമർ നമ്പറുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അംഗനവാടീസിൽ മൊത്തം എത്ര അരിയർ ഉണ്ട്, അത് എത്ര കൺസ്യൂമർ നമ്പറിന് അഗേൻസ്റ്റ് ആണെന്നുള്ള ഇവിടെ കിട്ടും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര ഉണ്ട്, എത്ര കൺസ്യൂമർ നമ്പറിന് അഗേൻസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇതും നമുക്കിവിടെ ഒരു സമ്മറി ടേബിൾ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള കംപ്ലീറ്റ് അരിയർ ലിസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സിംഗിൾ ക്ലിക്കിൽ കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് സിംഗിൾ ക്ലിക്കിൽ പോപ്പപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാന് ഒരുവിധം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഇത് മുഴുവനായിട്ട് ചെയ്ത് നോക്കിയ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഫീഡ്ബാക്ക് അറിയോ, നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത്, എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? DCB മാത്രം നോക്കിയിട്ടില്ല, ബാക്കിയുള്ളത് വർക്ക് ചെയ്തു. DCB ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കുറെ ഫയൽസ് ഉണ്ടായതുകൊണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ DCB എടുത്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ സെക്ഷനിൽ DCB എടുത്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയാൽ മതി. മാസ്റ്റർ അറിയൽ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി മാറ്റിയാലല്ലേ ഈ കറക്റ്റ് ആയിട്ടുള്ള ആൾക്ക് പേയ്മെന്റ് ഡീറ്റെയിൽസ് കിട്ടുള്ളൂ.
അതെ, പേയ്മെന്റ് അടച്ച ലിസ്റ്റ് നമ്മളിന്ന് ഡെയിലി വാട്സപ്പ് ചെയ്തു, മാറ്റണമെന്നില്ല, പക്ഷേ ഒരു നമ്മളൊരു പൈസ വൺസ് ഇൻ അടച്ചില്ല. എ വീക്ക് ഒക്കെ മാറ്റിയാൽ മതി. അല്ല, നമ്മളിപ്പോ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ആരെങ്കിലും അന്ന് പൈസ അടച്ചെന്ന് വെച്ചാൽ അത് നമുക്ക് നാളെ അറിയാൻ പറ്റില്ലല്ലോ. അത് ഓക്കെ. അപ്പോ അങ്ങനെ അത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴേ നമ്മളിവിടെ ഒരു ഒരു മെസ്സേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ ഓക്കെ. നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് അതിൽ ആഡ് ചെയ്താൽ മതി. നിങ്ങൾ ഓൾറെഡി അടച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാന്നുള്ള പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റിൽ വന്നിട്ടില്ല. ഓക്കെ, അത് മോഡിഫൈ ചെയ്യാം. ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടി ആഡ് ചെയ്താൽ മതി. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ അത്രയും നല്ലത്. ആ മാസ്റ്റർ ലിസ്റ്റ് ലോഡ് ചെയ്യാനാണ് ഒരു 10 മിനിറ്റ് സമയം എടുക്കും, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ മുഴുവൻ കൺസ്യൂമേഴ്സിന്റെ ലിസ്റ്റ്, ഇനി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ കൺസ്യൂമേഴ്സ് ലിസ്റ്റ് എടുക്കണം എന്നില്ല. നിങ്ങൾക്കൊരു 2500 മുകളിലാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അബാക്കസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 2500 ലിസ്റ്റ് മാത്രം എടുത്താൽ മതി. ഞാനിപ്പോ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ മുന്നേ ഇവിടെ ഞാൻ 2000 പഴയ ഒരു ഡാറ്റ 2000ന്റെ മുകളിൽ മാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ട, ആ ലിസ്റ്റ് മാത്രം അപ്ലോഡ് ചെയ്തെടുത്തപ്പോൾ അതിനനുസരിച്ച് ഇത് ഡൈനാമിക് ആയിട്ട് വർക്ക് ചെയ്യും. ഓരോ മീറ്റർ റീഡറിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. അപ്പോൾ ഈ 2500 ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അബാക്കസ് നിന്ന് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ പർപ്പസ് ഇപ്പൊ മെസ്സേജ് അയക്കൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാനേജ് ചെയ്യാം. അല്ല സാർ, ഇതില് നമുക്ക് ഡിസ്കണക്ട് ചെയ്തത് ഏത് പ്രകാരം ഡിസ്കണക്ട് ചെയ്തതെന്നുള്ള മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? DRDC ആണോ, വേറെ എന്തെങ്കിലും നോൺ പേയ്മെന്റ് ആണോ? അങ്ങനെ അത് നിലവിൽ നമുക്ക് അങ്ങനെ ഒരു ഡാറ്റ അബാക്കസ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് അബാക്കസ് ലിസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരുവിധമുള്ള എല്ലാ ഡാറ്റയും ഞാൻ ഇപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ സജഷൻ ആയിട്ട് പറയാവുന്നതാണ്. അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അബാക്കസ് ഇത് ആക്ച്വലി ഇപ്പൊ കഴിഞ്ഞ സ്റ്റീഫന്റെ ക്ലാസ്സിൽ സ്റ്റീഫൻ പറഞ്ഞിരുന്നു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് കൺസംഷൻ ഡാറ്റ. റീഡിങ് ഹിസ്റ്ററി കൺസ്യൂമേഴ്സിന്റെ കിട്ടുകയാണെങ്കിൽ നമുക്കിത് വളരെ നല്ല രീതിയിൽ ഇത് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. കാരണം പ്രോബിൾ തെഫ്റ്റ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിനൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്ലിക്കിൽ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം കൺസംഷൻ ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റീഡിങ് എന്താ പറയുക, നമ്മുടെ നമ്മൾ റീഡിംഗ് എടുക്കുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, എന്തായാലും പറയാം, റീഡിംഗ് ഷീറ്റിൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ റീഡിംഗ് ഷീറ്റ് ഒരു സെക്ഷന്റെ അണ്ടറിൽ ഒരു 500 റീഡിംഗ് ഷീറ്റ് ഉണ്ടാവും. ഈ 500 റീഡിംഗ് ഷീറ്റും ഇപ്പോ സ്റ്റീഫന്റെ ക്ലാസ്സിൽ സ്റ്റീഫൻ അത് പറഞ്ഞിരുന്നു. 500 റീഡിംഗ് ഷീറ്റും നമുക്കത് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് അതിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാം. പക്ഷെ ഇപ്പൊ നമ്മുടെ അബാക്കസ് അത് ഒരു സിംഗിൾ ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ DBA അല്ലെങ്കിൽ IT യൂണിറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇൻഫറൻസുകൾ സാർ ഒരു സെക്കൻഡ്, നിലവിലുണ്ട്. നമുക്ക് മന്ത്ലി കൺസപ്ഷൻ നിലവിൽ കിട്ടും. സൈറ്റ് സ്ഥലം പറയാം സാർ, അത് എവിടെയാണെന്ന് പറയാം. അരിയറില് റിപ്പോർട്ട്സില് റീഡർ റീഡിങ് ഔട്ട്ഡേറ്റഡ് റീഡിങ് അതിനകത്ത് കിട്ടും. ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്ലി എല്ലാ കൺസ്യൂമേഴ്സിന്റെയും 2 മാസത്തിൽ ഒരിക്കലുള്ളത് മന്ത്ലി എടുത്ത് അനലൈസ് ചെയ്യുന്നുണ്ട്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പോകുന്നുണ്ട് ഓരോ മാസത്തെയും. ഈ എറർ വരുന്നതും ഓരോട് കൺസപ്ഷൻ വരുന്നതൊക്കെ അതിൽ നിന്ന് കണ്ടുപിടിച്ച് ആ മാസം തന്നെ റെക്ടിഫൈ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സാർ പറഞ്ഞ ഈ വാട്സാപ്പ് അയക്കുന്നത്, വാട്സാപ്പിൽ ഞാൻ അയച്ചിരുന്നു. കോങ്ങുമ്പടി സെക്ഷനിൽ നിന്ന് 1000കണക്കിന് മെസ്സേജ് അയച്ചു. അവസാനം എന്റെ വാട്സാപ്പ് ബ്ലോക്ക് ആക്കി. അവർ 1000 മെസ്സേജ് കൂടുതൽ പോയപ്പോൾ അത് അവർ തന്ന റീസൺ എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ബ്ലോക്ക് ആക്കി, നിങ്ങൾ ബിസിനസ്സിലോട്ട് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് അയക്കാൻ പറ്റാതായി. അതെ, നമ്മൾ ഡെയിലി ലിമിറ്റ് കീപ്പ് ചെയ്താലും അവർ ബ്ലോക്ക് ചെയ്യില്ല. ഡെയിലി ലിമിറ്റ് ബ്ലോക്ക് ചെയ്യും. ഞാൻ എക്സൽ ഫയലിൽ ചെയ്തിട്ട് വാട്സ് എന്നുള്ള കോഡ് കൊടുത്ത് നമ്മുടെ മലയാളം സെന്റൻസ് ടൈപ്പ് ചെയ്തതിനു ശേഷം ഓരോ കോളത്തിലായിട്ട് സെൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 1000 മെസ്സേജ് കഴിഞ്ഞപ്പോൾ അവർ ബ്ലോക്ക് ചെയ്തു. പിന്നെ വാട്സാപ്പ് തന്നില്ല കുറച്ച് ദിവസത്തേക്ക്. അതിനുശേഷം ഓപ്പൺ ആക്കി തന്നത്.
പേരൂടെ പറയൂ, പേര് പേരൂടെ പറയൂ. ബിനുകുമാറാണ്. ഈ ബിനുകുമാറാണ് പേര്. ഈ വിവരങ്ങളെല്ലാം നമ്മുടെ ജോയ് സാറിന് അറിയാം. ജോയ് സാറാണ് എന്റെ എക്സി. ഞാൻ ഓരോരുത്തർക്കും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതൊക്കെ സാറിന് അറിയാം. ഇത് കൂടാതെ നമ്മൾ ലെറ്റർ ചെയ്തു സാറേ, അത് മെയിൽ മർജിലിട്ട് നമ്മൾ കംപ്ലീറ്റ് കൺസ്യൂമർ നോട്ടീസ് പ്രിന്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിനകത്ത് വരാത്ത 1-2 കാര്യങ്ങൾ പറയാം സാർ. മീറ്റർ നമ്പറിനെ കുറിച്ചൊന്നും വരുന്നില്ല. മീറ്റർ നമ്പർ പ്രധാനമാണ് നമുക്ക് ഡിസ്കണക്ഷൻ കാര്യങ്ങൾ വരുമ്പോൾ. അതുപോലെ റൂട്ട് വൈസ് കൺസ്യൂമർ വരണം. ഒരു വീട്ടിൽ പോയിട്ട് അടുത്ത വീട് ഏതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സൗകര്യം ഇതിനകത്ത് വരണം. പിന്നെ ഈ കൺസെപ്ഷൻ അനുസരിച്ചുള്ള കിലോമീറ്റർ അതും കൂടി വന്നു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ നല്ല ബെറ്ററാണ്, വളരെയധികം ഉപയോഗപ്രദമാണിത്. ബിനുകുമാർ, ആ വീഡിയോയും കൂടെ ഒന്ന് ഓൺ ചെയ്യൂ. വീഡിയോ ഫോട്ടോ സാർ, വീഡിയോ ഓൺ ചെയ്ത ഇപ്പോ കവടിയാർ MI ആണ്. ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളതാണ് സാർ. ഇപ്പോ എക്സൽ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തിരുന്നത് സാർ. അതിനെ സൂപ്പറായിട്ട് വേറൊരു രീതിയിൽ കൊണ്ടുവന്ന് വളരെ ഭംഗിയായിരിക്കുന്നു. ഞാൻ ഉപയോഗിച്ചിരുന്നത് എക്സലില് സാർ പറഞ്ഞ പോലെ മീറ്റർ റീഡർ കമ്പയർ ചെയ്യുന്ന വി ലുക്കപ്പ് വെച്ച് മീറ്റർ നമ്പർ എടുക്കുന്നത് വേറെ സൈഡ് അതിൽ തന്നെ ഉണ്ട്. റീഡറുടെ റൂട്ടിൽ പോയിട്ട് അരിയറും അവിടെ കിട്ടുന്നുണ്ട്. അതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് ഈ ലുക്കപ്പ് വെച്ച് ഒരുമിച്ചാക്കി കൊണ്ടുവന്നതിന് ശേഷം ഡാറ്റ അനലൈസ് ചെയ്യും. ഇപ്പോഴും ചെയ്ത ഡാറ്റ കയ്യിലിരിപ്പുണ്ട്. അതാണെങ്കിൽ മന്ത്ലി ഡാറ്റ എടുത്തിട്ട് കമ്പയർ ചെയ്ത് ഏറ്റവും കൂടിയ കൺസ്യൂംഷൻ ഉപയോഗിക്കുന്ന കൺസ്യൂമർ ഏത് ഇങ്ങനെ താരതമ്യം ചെയ്ത് വെക്കും. റീഡിംഗ് ഡാറ്റ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞതേ ഒരു മാസം കഴിഞ്ഞു പോയാല് പിന്നെ അത് ലേറ്റസ്റ്റ് മന്ത് മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ? ലേറ്റസ്റ്റ് മന്ത് സാറേ മന്ത്ലി സേവ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ മന്ത്ലിയും ഞാൻ വർക്ക് ചെയ്യുന്ന സെക്ഷനിൽ എല്ലാ മന്ത്ലിയും നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് അതിന്റെ ഒരു പ്രശ്നം. 1 ഇയർ ഡാറ്റ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയർ ഡാറ്റ ഒരു സിംഗിൾ ഫയലായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്റെ കൈവശമുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഒരു സിംഗിൾ അതെങ്ങനെയാണെന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? പ്രീവിയസ് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ലേറ്റസ്റ്റ് മന്തിൽ അല്ല, എല്ലാ മാസവും 1-ാം തീയതി ആ ഡാറ്റ എടുത്ത് സേവ് ചെയ്ത് വെക്കും. ഞാനൊരു ഡ്രൈവിനകത്ത് സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. എല്ലാ മാസവും 1-ാം തീയതി ആ മാസം എടുത്ത മന്ത്ലി കൺസെപ്ഷൻ ഉള്ള അത്രയും എടുത്ത് സേവ് ചെയ്ത് വെച്ചേക്കും. പിന്നെ അതിൽ കൺസ്യൂമർ നമ്പറിലല്ല കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് ഒരു കോളത്തിൽ കോഡ്, മറ്റൊരു കോളത്തിൽ ആ സംഖ്യ, 3-ാമത്തെ കോളത്തിൽ DONO എന്നുള്ള അങ്ങനെയാണ് കിട്ടുന്നത്. അതിനെ എടുത്ത് ഞാൻ ആൻഡ് കൊടുത്ത് കമ്പയർ ചെയ്യും, ഒരു കൺസ്യൂമർ നമ്പർ ആക്കി മാറ്റും. അല്ല, അപ്പൊ അത് 30,000 കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ 30,000 കൺസ്യൂമേഴ്സിന്റെ സിംഗിൾ ഫയലായിട്ട് കിട്ടും. സിംഗിൾ ഫയലായിട്ട് കിട്ടും. അതിൽ 15,000 ആയിരിക്കും ആ മന്ത് എടുക്കുന്നത്. ഓക്കെ ഫൈൻ. അതൊന്ന് നോക്കാം. അത് അതിന്റെ പാത്ത് ഒന്ന് പറയോ ഒന്നുകൂടി? പാത്ത് നമുക്ക് കിട്ടുന്നത് സാറേ റീഡർ റിപ്പോർട്ട്സിൽ പോയിട്ട് സാറേ റിപ്പോർട്ട്സിന്റെ തൊട്ട് മുമ്പില് കൊറിയുണ്ട്, അതിന് തൊട്ട് താഴെ റിപ്പോർട്ട്സ് ഉണ്ട്. റിപ്പോർട്ട്സിൽ 3-ാമത്തത് റീഡർ ബേസ്ഡ്, അത് കഴിഞ്ഞ് റീഡിങ്, അതിൽ ഔട്ട്ഡേറ്റഡ് റീഡിങ് അല്ലേ? ഔട്ട്ഡേറ്റഡ് റീഡിംഗിൽ കൺസ്യൂമർ നമ്പർ വരില്ല, പക്ഷെ കൺസ്യൂമർ നമ്പറിന്റെ 3 പീസായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. KDR 10-15 ഏതെങ്കിലും രീതിയിൽ കിട്ടിയാൽ മതി. ഏതെങ്കിലും രീതിയിൽ 3 കോളത്തിൽ കിട്ടും. എടുക്കാൻ പറ്റും. അതെ, 3 കോളത്തിൽ കിട്ടുന്നതിനെ കമ്പയർ ചെയ്ത് ഒറ്റ കോളത്തിലാക്കി ഒരു കൺസ്യൂമർ നമ്പർ ആക്കിയിട്ട് അത് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും മന്ത്ലി. ഓക്കെ. അതെന്തായാലും എനിക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആണ്. അപ്പോ അതും കൂടിയാണ് ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്യണേ. നമുക്ക് ഒരുപാട് ടൈം കുറവല്ലേ സാർ? എന്തായാലും അത് വളരെ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. ജോയ് സാറേ, നമ്മുടെ അക്കോട്ടക്കിന്റെ അതിനകത്ത് ബിനുവിനെയും കൂടെ ആഡ് ചെയ്യണേ. ട്രെയിനിങ് ഗ്രൂപ്പിൽ ആഡ്. അല്ല, ഇതേപോലെ ഒരുപാട് ഉണ്ട് സാർ. നമുക്ക് അവരെല്ലാം കൂടെ നമുക്കൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് വരും. നമുക്ക് അവരുടെ മാസ്റ്റർ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണല്ലേ? ഇത് ഈ ഡാഷ്ബോർഡിലേക്ക് ഒരു ലിങ്ക്. ഇത് നമ്മള് അബാക്കസ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാർ തീർച്ചയായും മനസ്സിലാവുന്നുണ്ട് സാർ. അത് കമ്പയർ ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ചെയ്യാം ബിനു, നമുക്ക് എല്ലാവരും ഇരിക്കാം. രഞ്ജിസ അതിലുണ്ടോ? രഞ്ജിസ ഉണ്ടല്ലോ. ഇപ്പം മറ്റേ ആ സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള അതിന്റെ ലേറ്റസ്റ്റ് പൊസിഷൻ ഒന്ന് പറയാൻ പറ്റുമോ? ഇതിലെന്താ ഇവർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്?
അവരുടെ സോഫ്റ്റ്വെയറിൽ അവരെ കൂടെ നമുക്ക് ഇവരെ കൂടെ ആഡ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യിപ്പിക്കാം. യെസ് യെസ് യെസ്. നമുക്കൊരു ചെറിയ പ്രശ്നം ഇതിനകത്ത് ഇടയ്ക്കുള്ള കൊല്ലത്തുള്ള പ്രസന്റേഷൻ നടത്തി. അതിനകത്തൊരു വിഷയമുള്ളത് ഈ ഡേറ്റ ഔട്ട്സോയിലേക്ക് പോകുമെന്നുള്ളൊരു സംശയമാണ് അതിനകത്തുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വാട്ടർ അതോറിറ്റിയുടെ തന്നെ വെബ്സൈറ്റിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ നമുക്ക് 173 സെക്ഷൻസ് ഉണ്ട്. ഈ 173 സെക്ഷനും കൂടെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ളത് ഡേറ്റ എടുക്കുക എന്നാണ് വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് ട്യൂഡൽ സെക്ഷൻ വൈസ് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. ഇപ്പോ സെക്ഷൻ ലെവലിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം. അതെ അതെ അതെ. നമുക്ക് അല്ല, വാട്ടർ അതോറിറ്റി RMC എന്ന റവന്യൂ പ്രൊഫൈല് നമ്മൾ ആൾറെഡി ഇടുന്നുണ്ട്. അത് ഈ ഡാറ്റ പ്രൊഫൈൽ ഇടുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ ഡേറ്റ നമ്മൾ ചെയ്യാൻ വേണ്ടി പുതിയ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നമ്മൾ ആലോചിക്കുന്നു. അതിലാണ് നമ്മൾ ഈ കോംപ്രിഹെൻസീവ് ഇൻഡെക്സ് എടുക്കുന്നത് ഡാറ്റാസ് വെച്ചിട്ടാണ്. ആ ഡാറ്റാസ് പുതിയ സോഫ്റ്റ്വെയർ വരുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിൽ തന്നെ രീതിയിൽ നമ്മൾ നോക്കുന്നു. ഡാഷ്ബോർഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അതിന്റെ ഡാഷ്ബോർഡ് ചെയ്യുന്നു. ശരി 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 ശരി. ഓക്കെ ഓക്കെ അഫ്സർ. സാർ, ആ പുതിയ ഒരു ടീമിലേക്ക് അഫ്സലിനെയും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യുമായിരുന്നു നല്ലതായിരുന്നു. ഓക്കെ, നമുക്കത് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതുണ്ടോ? ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സമയമാണ്. അപ്പോ ആർക്കാ എന്താ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ ചോദിക്കാം. അഷ്റഫാണേ. പറഞ്ഞോളൂ. പിന്നെ അതെ, നമ്മളെ മീറ്റർ ഫോൾട്ടി നമ്മൾ ഡിസ്കണക്ട് ചെയ്യുമ്പോഴേ നമുക്കിപ്പം റീസെൻ്റ് ആയിട്ട് കൊടുത്ത ഇപ്പം 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിന് മുമ്പുള്ള മീറ്റർ ഫോൾട്ടി അത് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുമോ? അത് അബാക്കസ് നമ്മളെ മീറ്റർ സ്റ്റാറ്റസ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മീറ്റർ ഫോൾട്ട് ലിസ്റ്റിൽ മീറ്റർ ഫോൾട്ട് എന്ന് മുതലാണ് എന്നുള്ള ആ ഡേറ്റിന്റെ ഡാറ്റ അവൈലബിൾ അല്ല. ഇനി അത് ഇതേപോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ലെഡ്ജറിൽ നോക്കിയാൽ കിട്ടും. പക്ഷെ ഇതേപോലത്തെ ഒരു സിംഗിൾ ലിസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ നമുക്ക് അബാക്കസ് നിന്ന് കിട്ടുക. സീരിയൽ നമ്പർ, കൺസ്യൂമർ നമ്പർ, അരിയർ, റൂട്ട് കോഡ്, ഇത്ര ഉണ്ടാവുള്ളൂ. നമ്മൾ മീറ്റർ ഫോൾട്ട് മീറ്റർ സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ നോട്ട് വർക്കിംഗ് കൊടുത്ത് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ആ ഡേറ്റിന്റെ ഡാറ്റ എവിടുന്നെങ്കിലും കൺസോൾട്ടേറ്റ് ചെയ്ത് കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അബാക്കസ് എന്തൊക്കെ ഡാറ്റ നമുക്ക് ലിസ്റ്റ് ആയിട്ട് കിട്ടുമോ അതെല്ലാം നമുക്ക് ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഡാഷ്ബോർഡ് മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ നിലവിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടോ ഇല്ലെങ്കിൽ എന്റെ അറിവിൽ എനിക്ക് അത് എങ്ങനെ എടുക്കുന്ന അറിയാത്തതുകൊണ്ടോ അത് ചെയ്തിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്ന ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. സാർ ഒന്ന് പരിശോധിച്ച് നോക്കണേ സാർ. അത് നോട്ട് വർക്കിംഗ് സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നോട്ട് വർക്കിംഗ് സ്റ്റാറ്റസ് റിപ്പോർട്ട്, അതായത് റിപ്പോർട്ട്സിനകത്ത് റീഡർ നോട്ട് വർക്കിംഗ് സ്റ്റാറ്റസ് റിപ്പോർട്ട്, അവിടെ സാർ ഒരു ഫ്രമും ടൂൺ ഡേറ്റ് കൊടുക്കാനുണ്ട്. അതിലൂടെ കയറി സാർ ഉദ്ദേശിക്കുന്നത് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ ഡേറ്റ് വരുമോ സാറേ? അതായത് നോട്ട് അതിൽ ഡേറ്റ് വരും, ഫെർമും ടൂം വരും. അതായത് ഡിവിഷൻ നോട്ട് വർക്കിംഗ് സ്റ്റാറ്റസ് മാർക്ക് റിപ്പോർട്ട് എന്താണ് മാർക്ക്ഡ് റിപ്പോർട്ട്, നോട്ട് വർക്കിംഗ് സ്റ്റാറ്റസ് മാർക്ക്ഡ് റിപ്പോർട്ട് കിടക്കുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനുള്ളവർക്കും പറയാം. എന്താണ് അഫ്സലിന്റെ നമ്പർ എല്ലാവർക്കും കൊടുത്തേരെ. ആരെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇത് റിഫൈൻ ചെയ്യാൻ ഗുണപ്രദമാവും. അഫ്സലിന്റെ നമ്പർ ഒന്ന് കൊടുക്കുന്നതല്ല, ഒന്ന് പറഞ്ഞാൽ മതി. നമ്പർ 9037
241975. ഒന്നുകൂടെ പറഞ്ഞേ സാറേ. 9037 241975.